ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രൂവ് ദാറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ സിമ്പിളായി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കിടിലമായിട്ട് നമ്മൾ പഠിച്ചു തീർക്കാൻ പോയ എല്ലാവരും നോട്ട്ബുക്കും പേന എടുത്തോണ്ടാ നമുക്ക് ഇപ്പോൾ പഠിച്ചു തീർക്കാം. പ്രൂവ് ദാറ്റ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ത്രികോണ ഭാഗം. അപ്പോൾ ത്രികോണ ഭാഗം എങ്ങനെയാണെന്ന് കൃത്യമായി അറിയുന്ന ഒരാൾക്ക് പ്രൂവ് ദാറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. നമുക്ക് പഠിക്കാം. നോക്കിയോ മക്കളെ, ദാ ഇവിടെ ഒരു ത്രികോണമുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ത്രികോണമുണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. ഈ ത്രികോണത്തിനെ ഞാൻ എന്തു ചെയ്തു, ദാ ഈ സൈഡിന് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് ഇവിടെ കൂടെ ഒരു വര വരയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ സൈഡിന് പാരലായിട്ട് ഞാൻ ദാ ഇതുവഴി ഒരു വര വരച്ചു. കണ്ടല്ലോ, അപ്പോൾ ഇതിന് പാരലായിട്ടാണ് ഞാൻ ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വശങ്ങൾ മുറിയുന്ന റേഷ്യോസ് എങ്ങനെയായിരിക്കും, ഒന്നായിരിക്കും. എന്തുകൊണ്ട്, നമ്മൾ കഴിഞ്ഞ പടങ്ങളിലെല്ലാം പഠിച്ചൊരു പടമാണ് ഇതെന്നറിയാമല്ലോ. ത്രികോണത്തിനെ ഡിവൈഡ് ചെയ്തിട്ടല്ലയോ നമ്മൾ കഷ്ണങ്ങൾ മുറിച്ചത്. 1:2, 2:3, റെക്റ്റാങ്കിൾ വരച്ചത്, ട്രയാങ്കിൾ വരച്ചത് ഓർമ്മയുണ്ടോ, ഹെക്സഗൺ വരച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെയെല്ലാം നമ്മൾ പഠിച്ചത് ഈ സൈഡിനെയും മുറിഞ്ഞുന്നത് ഒരു റേഷ്യോയിലാണ്. ഈ പറഞ്ഞത് മനസ്സിലായി കാണൂലെന്ന് എനിക്കറിയാം. ഒന്ന് എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ ദാണ്ട് ഇങ്ങനെ ഈ ലൈൻ വന്ന് മുറിഞ്ഞപ്പോൾ നമ്മുടെ 6 സെൻറ്റിമീറ്റർ എങ്ങനെ കഷ്ണങ്ങളായി നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. അതാ ഞാൻ പറയുന്നു, ഇത് 2 സെൻറ്റിമീറ്ററായി. അതോടൊപ്പം ഇവിടെയുള്ള കഷ്ണം 4 സെൻറ്റിമീറ്ററായി. ദാ ഈ നീളം 4 സെൻറ്റിമീറ്ററും ഈ നീളം 2 സെൻറ്റിമീറ്ററുമായി. എന്താ കാരണം, ദാ ഇതിന് പാരലായിട്ട് ഇതുവഴി ഒരു ലൈൻ പോയത് കൊണ്ട്. ഓക്കെയാണ്. അങ്ങനെ ഇവിടെ മുറിഞ്ഞത് 4ഉം 2ഉമാണെങ്കിൽ അവിടെ ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറയുമ്പോൾ റേഷ്യോ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, 2/4 എന്ന് എഴുതാം. എന്താണ്ട്, ഇത് 4, ഇത് 2. അപ്പോൾ റേഷ്യോ പറയണമെങ്കിൽ 2/4 എന്ന് എഴുതിയാൽ റേഷ്യോ എത്രയാണ് നിങ്ങൾക്കറിയാം. മുകളിലും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം കിട്ടത്തുള്ളൂ. അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറ 2. അപ്പോൾ റേഷ്യോ എത്ര പറ, റേഷ്യോ എത്ര? എന്തുവാ റേഷ്യോ? 1:2 എന്ന് പറയുമ്പോൾ ഈ സൈഡിൻ്റെ റേഷ്യോ എത്ര? 1:2. അപ്പോൾ ഈ സൈഡ് മുറിഞ്ഞ റേഷ്യോ എത്ര എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണം 1:2. എങ്ങനെ എളുപ്പത്തിൽ പറയാം നോക്കി, ഇത് 2 അല്ലേ, അതിൻ്റെ ഡബിൾ അല്ലേ 4. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് ഇവിടെ 1 അല്ലേ, അതിൻ്റെ ഡബിൾ അല്ലേ 2. ഓക്കെ, അങ്ങനെ റേഷ്യോ പറയാം. അപ്പം നിങ്ങൾ എന്താ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്, ഇവിടെ എങ്ങനെയാണോ മുറിഞ്ഞത് അതേ റേഷ്യോയിൽ എവിടെ മുറിയും, ദാ ഇവിടെ മുറിയും. 9 മുറിഞ്ഞു പോകും. അപ്പോൾ 9 മുറിയുന്ന റേഷ്യോ എത്രയാ? 1:2. അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് പെട്ടെന്ന് പറയാം. ഈ 9 എന്ന് പറയുന്ന അളവാണ് ഈ ടോട്ടൽ ലെങ്ത്. അത് മുറിയുന്നത് ഏത് റേഷ്യോയിലായിരിക്കും? 1:2 ആയിരിക്കും. ഈ സൈഡ് എങ്ങനെയാണോ മുറിഞ്ഞ റേഷ്യോ അത് തന്നെയായിരിക്കും ഇവിടെ മുറിയുന്നത്. അപ്പോൾ 9നെ എന്തുമായി ഗുണിക്കണം എന്ന് ചോദിച്ചാൽ ഈ റേഷ്യോയിലെ 1മായി ഗുണിക്കണം. അപ്പോൾ 1 ഈ റേഷ്യോ 2 കൂടെ കൂട്ടണം. 1ഉം 2 കൂടെ കൂട്ടിയാൽ 3 ഇങ്ങനെ കിട്ടും. എന്ന് പറയുമ്പോൾ 9/3 കിട്ടും. അപ്പോൾ ഒരു കഷ്ണം എത്ര? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ കഷ്ണം എത്ര? 3 സെൻറ്റിമീറ്റർ. ഇത് 3 ആണെങ്കിൽ 9ൽ ബാക്കി എത്രയുണ്ട്? 6. അപ്പോൾ ഈ കഷ്ണം എത്രയായിരിക്കും? 6 സെൻറ്റിമീറ്റർ. സെറ്റാണോ? അപ്പോൾ ഇവിടെ 1:2 മുറിഞ്ഞു. ഇപ്പുറത്ത് വന്ന റേഷ്യോ 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ 3/6. 3/6ൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റേഷ്യോ 1/2 അല്ലെങ്കിൽ റേഷ്യോ എത്ര തന്നെ? 1:2. അപ്പോൾ ഈ റേഷ്യോ എത്ര തന്നെ? 1:2. അപ്പോൾ എന്തുവാ നമ്മൾ പഠിച്ച ട്രയാങ്കിൾ ഡിവിഷനിൽ ഒരു ലൈനിന് പാരലായിട്ട് ഇതുവഴി ഒരു ലൈൻ വന്നാൽ അത് ഈ സൈഡ് മുറിയുന്ന റേഷ്യോയും ഇപ്പുറത്തെ സൈഡ് മുറിയുന്ന റേഷ്യോയും ഒന്നായിരിക്കും എന്ന് മനസ്സിലാക്കാണ്ട്. ഇവിടെ 2ന്റെ ഡബിള് 4, ഇവിടെ 3ന്റെ ഡബിള് 6 എന്ന് പറയുമ്പോൾ ഏത് റേഷ്യോ? 1:2. ഇതാണ് ട്രയാങ്കിൾ ഡിവിഷൻ. അതോടൊപ്പം വെറും 2 പോയിന്റ് പഠിക്കണം. എന്താ നോക്കിയോ, ഇൻ എനി ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ എടുത്താലും ലൈൻ പാരലൽ ടു വൺ സൈഡ്, ഒരു സൈഡിന് ഈ സൈഡിന് പാരലായിട്ടാണ് ഇത് പോയെങ്കിൽ എന്ത് സംഭവിക്കും? ദ അതർ 2 സൈഡ് ഇൻ ദ സെയിം റേഷ്യോ. കണ്ട, ഒരേ റേഷ്യോയിലായിരിക്കും മുറിയുന്നത് അല്ലെങ്കിൽ ഒരേ അംശബന്ധത്തിലാണ് മുറിയുന്നത്. അപ്പോൾ ഈ സൈഡിന് ഇത് പാരലാണെങ്കിൽ ഇവിടുത്തെ
റേഷ്യോ 1:2 ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലെ റേഷ്യോയും 1:2 ആയിരിക്കും. അതൊന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇൻ എനി ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ എടുത്താലും എ ലൈൻ ഡിവൈഡിങ് ടു സൈഡ്, ദാണ്ട് ഈ ലൈൻ ആരെ ഡിവൈഡ് ചെയ്തു, ഈ ലൈൻ ആരെ ഡിവൈഡ് ചെയ്തു, ദാ ഈ സൈഡിനെ 4:2 എന്ന് ഡിവൈഡ് ചെയ്തു, ഈ സൈഡിനെ 3:6 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരേ റേഷ്യോയിൽ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിന് എന്തായിരിക്കും, സമാന്തരമായിരിക്കും. എന്തായിരിക്കും, സമാന്തരമായിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. പഠിച്ചോ? ഇതറിയാതെ പ്രൂവ് ദാറ്റ് പഠിക്കാൻ ഒരു മനുഷ്യനും വിചാരിക്കേണ്ട, നടക്കത്തില്ല. അപ്പോൾ ഒന്നാമത് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. ദാ ഈ സൈഡിന് ഇത് പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ, സമാന്തരമായി ട്രെയിൻപാളം പോലെയാണ് പോകുന്നതെങ്കിൽ, ഇവിടെ മുറിഞ്ഞ റേഷ്യോ നമുക്ക് 4:2 എന്ന് മുറിഞ്ഞത് ഏത് റേഷ്യോ അല്ല, 1:2. ഇവിടെ 3:6 എന്ന് മുറിഞ്ഞത് ഏത് റേഷ്യോ അല്ല, 1:2. ഈ 1:2ഉം 1:2ഉം ആയിരിക്കും, അല്ലെങ്കിൽ റേഷ്യോ ഒരുപോലെ ആയിരിക്കും. 1:2 എന്നല്ല, ഒരുപോലെ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്തോ പറഞ്ഞത്, ഈ സൈഡ് മുറിഞ്ഞത് 1:2ലും ഈ സൈഡ് മുറിഞ്ഞത് 1:2ലും ആണെങ്കിൽ, അങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈൻ എന്ന് പറയുന്ന ഇതിനെന്തായിരിക്കും, പാരലൽ ആയിരിക്കും. എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. സെറ്റാണ്. ഇതറിയാമെങ്കിൽ ഇനി ചോദ്യം ചെയ്യാം. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ്റെ ചങ്കായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഇത്. ചങ്ക് എന്നൊക്കെ പറഞ്ഞത് എന്തോ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പ്രൂവ് ദാറ്റ് പഠിക്കണമെങ്കിൽ ഇപ്പം പറയുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് എഴുതി പഠിച്ചോണം. നോക്കിക്കോ, വളരെ സിമ്പിളാണ് മക്കളെ, അത് മനസ്സിലാക്കുക. ഇവിടെ BC എന്ന് പറയുന്ന ഈ ത്രികോണത്തിൻ്റെ സൈഡിന് പാരലായിട്ട് PQ വഴി വര പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചു, ഈ സൈഡിലെയും ഈ സൈഡിലെ റേഷ്യോ ഒന്നായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അത് വെച്ചിട്ട് നമുക്കൊരു കാര്യം പറയാൻ കഴിയും. ആ കാര്യമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നത്. പഠിച്ചു വെച്ചോ. AP എടുത്തുകൊണ്ട് വന്ന്, അതാണ്ട് APയുടെ നീളം എടുത്തുകൊണ്ട് വന്ന് PBയുമായിട്ട് ഡിവൈഡ് ചെയ്താൽ, APയുടെ നീളം എടുത്തുകൊണ്ട് വന്ന് PBയുമായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് എന്തിന് തുല്യമായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പുറത്തെ സൈഡായ AQവിൻ്റെ നീളം എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ തൊട്ടു താഴെയുള്ള QCയുടെ നീളവുമായിട്ട് ഡിവൈഡ് ചെയ്തതിന് തുല്യമായിരിക്കും എന്ന് തെളിയിക്കാൻ പറ്റും. ഓക്കെയാണ്. എന്താ പറഞ്ഞ്, APയുടെ നീളവും PBയുടെ നീളവും ഡിവൈഡ് ചെയ്യുന്ന അതേ ഉത്തരം തന്നെയായിരിക്കും AQവിൻ്റെ നീളവും QCയുടെ നീളവും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കത് ഇപ്പുറത്ത് പറഞ്ഞത് വെച്ചിട്ടൊന്ന് പറയണമെങ്കിൽ ഞാൻ പറയാം. അവിടെ 2ഉം 4ഉം 3ഉം 6ഉം ആണ്. നിങ്ങളുടെ മനസ്സിലുണ്ടേതാണ്ട് ഈ നീളം 2, ഈ നീളം 4, ഈ നീളം 3, ഈ നീളം 4. അത് വെച്ചിട്ട് ഇവിടെ ഒന്ന് പെട്ടെന്ന് പറയാം. APയുടെ നീളം എത്ര ആയിരുന്നു? ഇവിടെ 3 അല്ലേ, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 6. കഴിഞ്ഞ പാഠത്തിൽ വെച്ചാൽ അതൊന്ന് പ്രൂവ് ചെയ്തൊന്ന് കാണിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാതെ പഠിക്കാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി പഠിക്കാം. നോക്ക്, ഇവിടെ 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടുന്ന എന്തുമായിരിക്കും നിങ്ങൾക്കറിയാം, 1/2 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. നോക്ക്, 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ 2ൻ്റെ പകുതിയായ 1ഉം 4ൻ്റെ പകുതിയായ 2ഉം, അല്ലെങ്കിൽ ആരാ എന്ന ഉത്തരം കിട്ടും. സെയിം കൺസെപ്റ്റ് വെച്ച് ഇപ്പുറത്തെയും കൂടെ ഒന്ന് പറഞ്ഞതാണ്. നോക്ക്, AQവിൻ്റെ നീളം എത്ര? 3. അപ്പോൾ എന്തൊരു 3/6. അതിനെയും പകുതിയാക്കി നിങ്ങൾക്കറിയാം 1/2 ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരവും ഒന്നാണ്. അത് അളവിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, സംശയമില്ല. 1/2 ആയിരിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആയപ്പോൾ ഏതൊരു ത്രികോണം എടുത്താലും ഈ ലൈനിന് ഇത് പാരലൽ ആണെങ്കിൽ ഇത് സംഭവിക്കും. ഇത് മാത്രമല്ല സംഭവിക്കുന്നത്, അടുത്ത ഒരെണ്ണോടെ പഠിക്കണം. APയെ എടുത്തുകൊണ്ട് വന്ന്, AP എന്ന് പറഞ്ഞ നീളം കണ്ടല്ലോ, ഈ നീളത്തിന് എടുത്തുകൊണ്ട് വന്ന് ടോട്ടൽ നീളമായ ABയുമായിട്ട് ഡിവൈഡ് ചെയ്താൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? AQവിനെ എടുത്തുകൊണ്ട് വന്ന് എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്, ആ ടോട്ടൽ നീളമായ ACയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. സെറ്റാണേ, കണ്ടോ? അപ്പോൾ ആദ്യം പറഞ്ഞതൊന്നുകൂടെ പറയാം. AP PB AQ QC കഴിഞ്ഞ്. അടുത്ത എന്തുവാ? AP AB AQ AC. അതാണ് രണ്ടാമത്തെ സെറ്റ്. ഇനി ഒരെണ്ണം അവിടെ കാണുമെന്ന് നിങ്ങൾക്ക് സിമ്പിളായി കത്തിക്കാണും. താഴത്തെ നീളമായ PBയെ എടുത്തുകൊണ്ട് വന്ന് ആ ടോട്ടൽ നീളമായ ABയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും QCയെ കൊണ്ടുവന്ന് ടോട്ടൽ നീളമായ SCയുമായി ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടല്ലോ, PBയെ ടോട്ടൽ നീളമായ ABയുമായി ഡിവൈഡ് ചെയ്യുന്നത് തന്നെയാണ് QC എടുത്തുകൊണ്ട് വന്ന് ടോട്ടൽ നീളമായ SCയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. മക്കളെ, ഇതാണ് ഇതിൻ്റെ ഹാർട്ട് ഓഫ് ദ പ്രൂവ് ദാറ്റ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഹാർട്ട് ഓഫ് ദ പ്രൂവ് ദാറ്റ് മനസ്സിലായാലോ? ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് അളവ് എടുത്തുകൊണ്ട് വന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. താണ്ട ഈ ക്വസ്റ്റ്യനിൽ ഞാൻ അളവ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അത് എപ്പോഴും പറഞ്ഞാൽ ഇത് വെറും ബോറിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക, BC എന്ന് പറഞ്ഞ ലൈനിന് പാരലാണ് PQ എങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതാൻ
സാധിക്കും സാധിക്കും സാധിക്കും. ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മറക്കാതെ എഴുതാൻ ഈ പടത്തിൽ പറ്റുമോ എന്ന് നോക്കാം. ഈ പടം ഒന്ന് ചരിഞ്ഞ് കിടക്കുക, അവൻ ഉറങ്ങി, നമ്മുടെ ത്രികോണം അങ്ങ് ഉറങ്ങിയാൽ നിങ്ങൾ എങ്ങനെ പറയും? മറ്റൊന്ന് നൂന്നിരുന്നപ്പോൾ ഇത് പറയാൻ ഒരു സുഖമുണ്ട്. തിരിച്ച് ഉറങ്ങിക്കിടന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. എളുപ്പത്തിൽ ഒന്ന് പറയാം. നമുക്ക് ആ 3 എണ്ണം പെട്ടെന്നൊന്ന് എഴുതാം. എൻ്റെ കൂടെ ഫ്ലോയിൽ പറ, പെട്ടെന്ന് പറ, എൻ്റെ കൂടെ ഒന്ന് പറയാൻ ശ്രമിക്കുക. എ ക്യൂവിനെ ക്യു സിയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതേ ഉത്തരം തന്നെയായിരിക്കും എ പി എ പി ബിയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. കണ്ടോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എയിൽ നിന്ന്. അപ്പോൾ എ ക്യു ക്യു സി എ പി പി ബി. ഓക്കെയാണ്, കണ്ടല്ലോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്തുവാണ്? അടുത്തത് എ ക്യൂവിനെ ഡിവൈഡ് ചെയ്യുന്ന ടോട്ടൽ നീളമായ എ സി ആണെങ്കിൽ എ പിയെ ഡിവൈഡ് ചെയ്യുന്ന ടോട്ടൽ നീളമായ എ ബി ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതാണ് എ ക്യൂവും ടോട്ടൽ നീളം എ സി, എ പിയും ടോട്ടൽ നീളം എ ബിയും. സെറ്റ്. അടുത്ത മൂന്നാമതൊരെണ്ണോടെ പറഞ്ഞില്ല, അപ്പുറത്തെ കഷ്ണം. അപ്പുറത്തെ കഷ്ണം മീൻസ് ക്യു സിയെ ടോട്ടൽ നീളമായ എ സിയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും പി ബിയെ ടോട്ടൽ നീളമായ എ ബിയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നെ പോലെ ഇത്രയും സ്പീഡിന് എഴുതാൻ പറ്റിയാൽ നിങ്ങളുടെ പ്രൂവ് ദാറ്റ് സിമ്പിൾ. സിമ്പിൾ സിമ്പിൾ ഉറപ്പാ, ഞാൻ കാണിച്ചു തരാം. ഇത് എഴുതാൻ പഠിച്ചാൽ നിങ്ങളുടെ പ്രൂവ് ദാറ്റ് സിമ്പിൾ. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒന്നാമത്തെ പ്രൂവ് ദാറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണാൻ വയ്യാത്തവർ എന്നെ പള്ളു പറയാതെ നിങ്ങളുടെ പുസ്തകം ഒന്ന് എടുക്കുക. പുസ്തകത്തിലെ ചോദ്യമാണിത് എന്ന് നിങ്ങൾക്കറിയാലേ, എടുത്ത് അങ്ങോട്ടൊന്ന് വെക്ക്, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം. മക്കളെ, ഇതൊരു പാരലലോഗ്രമാണ്. അതൊന്നും മൈൻഡേ ചെയ്യേണ്ട ഒരാവശ്യമില്ല. പാരലോഗ്രാം എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ ഇവിടുത്തെ ആംഗിൾ കൂട്ടി എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അതാണല്ലോ പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം. അല്ലെങ്കിൽ ഇതും പാരലായിരിക്കും. ഈ ലൈനും എന്തായിരിക്കും? പാരലായിരിക്കും. അല്ലെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ അതേ ആംഗിൾ തന്നെയായിരിക്കും ഇപ്പുറത്തെ മൂലയിൽ വരുന്ന ആംഗിൾ. അതൊക്കെയാണ് പാരലോഗ്രാം. അത് നമ്മൾ 8ാം ക്ലാസ്സിൽ കൺസ്ട്രക്ഷൻ എന്ന പാഠത്തിൽ പഠിപ്പിച്ചായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നേ എന്നും. ഓക്കെ, അതൊക്കെ ഞാൻ ഓർമ്മപ്പെടുന്നില്ല. അപ്പോൾ ഇത് പാരലോഗ്രാം. നമുക്കതൊന്നും അല്ല വേണ്ടേ. നമുക്ക് വേണ്ടുള്ളവൻ ആര് എന്ന് ചോദിച്ചാൽ ഈ പ്രൂവ് ദാറ്റാണ് നമുക്ക് തെളിയിക്കേണ്ട. പ്രൂവ് ദാറ്റ് കണ്ട, ഇപ്പം ഞാൻ തൊട്ട് മുന്നേ പഠിപ്പിച്ചതുമായിട്ട് ഇതിനൊരു ബന്ധമില്ലേ? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ്ട് ഞാനിവിടെ എഴുതിയതാ, ഇവനുമായിട്ടൊക്കെ ഒരു ബന്ധമില്ലേ? ഇല്ലേ? ഉണ്ടോ? പറ. ഉണ്ടല്ലോ. അതാണ്ട് ഇവന് ഒരു ബന്ധമില്ലേ തൊട്ട് മുമ്പേ പറഞ്ഞതുമായിട്ട്? അല്ലേ? യെസ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ബന്ധമുണ്ട് സാർ. പറ. ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് തപ്പിപ്പോണം? ഈ ഒരു പടത്തിനകത്ത് എന്ത് തപ്പിപ്പോണം? വാട്ട് വിഡ് ഹൗ ടു തപ്പ്? നമുക്ക് എന്തോ തപ്പേണ്ടത്? നമുക്ക് തപ്പേണ്ടത് ഇതുപോലത്തെ ഒരു ട്രയാങ്കിൾ തപ്പണം. ആ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിന് പാരലായിട്ട് അപ്പുറത്തൊരു സൈഡ് മുറിഞ്ഞു പോകുന്നുണ്ടോ എന്ന് തപ്പിപ്പോണം. ദാ നോക്കൂ മക്കളെ, ഈ ഒരു പടത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആദ്യത്തെ ആ ട്രയാങ്കിൾ, നമ്മൾ ഇപ്പോൾ പഠിച്ചത് വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ആണ് ഈ പോകുന്നത്. ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് എഴുതാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു ത്രികോണം നിങ്ങൾ കണ്ടല്ലോ, അതിനെ മുറിഞ്ഞു പോകുന്ന ലൈനല്ലേ മക്കളെ ഈ പി ക്യു. കണ്ടോ? അപ്പോൾ എന്താ പ്രത്യേകത? പി സി അല്ലെങ്കിൽ ബി സി പാരലൽ ടു പി ക്യു ആണ്. ബി സി പാരലൽ ടു പി ക്യു ആണ്. നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ഇവിടെ ഇഷ്ടം പോലെ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ബി സി എന്ന് പറയുന്ന വരയ്ക്ക് പാരലാണ് പി ക്യു എന്ന് പറയുന്ന. ബി സി എന്ന് വരയ്ക്ക് പാരലാണ് ബി ക്യു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വരി എഴുതാം. ഏത് ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ? ഞാൻ എടുത്ത ട്രയാങ്കിൾ ഏത്? നിങ്ങൾ പറ. ഞാൻ ആ ചുമന്ന കളറിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ആ ട്രയാങ്കിൾ ഏതാടാ മക്കളെ? പറയടാ. എ ബി സി എന്ന് പറയുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ഇൻ ദ പാരലോഗ്രാം. ഈ ട്രയാങ്കിൾ ഏതൊക്കെ സൈഡ് പാരൽ എന്ന് പറയണം? ബി സിയും പി ക്യൂവും പാരലാണ്. ബി സി എന്ന് പറയുന്നത് പാരലൽ ടു പി ക്യു ആണ്. ഒരു ഡൗട്ടും ഇവിടെ ഉള്ള ആർക്കും വേണ്ട. അങ്ങനാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പറയും. യു വിൽ സേ. പറയൂ. നമ്മൾ ഇച്ചിരി മുമ്പേ പഠിച്ച സംഭവം പറ. ഇച്ചിരി മുമ്പേ പഠിച്ച പടത്തിലെ കാര്യങ്ങൾ പറ. എന്തുവാ? എ ക്യൂ ബൈ ക്യു സി ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം. എ ക്യൂ ബൈ ക്യു സി. ഡൗട്ടൊന്നും വേണ്ട. എ ക്യൂ ബൈ ക്യു സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എ പി ബൈ പി ബി. എന്തെന്ന് എഴുതാം? എ പി ബൈ പി ബി. എനി ഡൗട്ട് ഹിയർ? ഒരു ഡൗട്ടും വേണ്ട. തൊട്ടു മുന്നേ ഞാൻ പഠിപ്പിച്ചതാണ് ഈ എ ക്യു എന്ന് പറയുന്നതും ക്യു സി തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതും എ പി ഡിവൈഡഡ് ബൈ പി ബിയും ഈക്വൽ ആയിരിക്കും. എപ്പോൾ? ഈ ലൈനിന് പാരലായിട്ടാണ് ഈ ലൈൻ പോകുന്നതെങ്കിൽ. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഈ റേഷ്യോയുടെ ഇവിടെയും കിട്ടിയില്ലേ മക്കളെ?
കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു പടത്തിൽ മറ്റൊരു ത്രികോണം നിങ്ങൾ കാണുന്നു. നമ്മൾ പഠിച്ചതുപോലെ ഒരു ത്രികോണം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതേത് ത്രികോണം എന്ന് വരച്ച് കാണിക്കാം. തല തിരിഞ്ഞിരിക്കുന്ന ഒരു ത്രികോണം ഇവിടെ ഇല്ലയോ? ഇങ്ങനെ പോകുന്ന ഒരു ത്രികോണം ഇവിടെ ഇല്ലയോ? ഉണ്ട്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഈ ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികത്തിലുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൽ യവൻ പാരലല്ലി ആർക്ക്? ഡി സിക്ക്. അപ്പോൾ നമുക്ക് എഴുതാം, ആ ട്രയാങ്കിളിൻ്റെ പേരാ എഴുതണ്ടേ. ട്രയാങ്കിൾ ഏതാണ് മക്കളെ? എ സി ഡി. ട്രയാങ്കിൾ ഏതാ? എ സി ഡി. കണ്ടല്ലോ, എ സി ഡി. ആ ട്രയാങ്കിൾ എ സി ഡിയാ. അപ്പോൾ ആ ട്രയാങ്കിൾ എ സി ഡിയിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് പറയുമ്പോൾ ഒരിടത്ത് സ്റ്റാർട്ട് ചെയ്യണം. നോക്കുക, ക്യു ക്യു സി എ ആർ ആർ ഡി എന്ന് എഴുതി കൂടെ. എങ്ങനെ എഴുതാം? എ ക്യു ബൈ ക്യു സി എന്ന് പറയുന്നത് എ ആർ ബൈ ആർ ഡിക്ക് ഈക്വൽ ആയിരിക്കും. എനി ഡൗട്ട്? നോക്ക്, എ ക്യു ബൈ ക്യു സി എന്ന് പറയുന്നത് എ ആർ ബൈ ആർ ഡിക്ക് ഈക്വൽ ആയിരിക്കും. ഇത് ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഈ എഴുതിയത് ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ തൊട്ട് മുന്നേ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിലൊരു ഡൗട്ടും വേണ്ട. ഈ രണ്ട് ട്രയാങ്കിളിൽ നിന്നും നമുക്ക് രണ്ട് കാര്യം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ എഴുതിയിട്ടില്ല. ഏതൊക്കെയാണ് പാരലൈൻ? പാരലൈൻ ഏതാ? ഡി സി പാരൽ ടു ആർ ക്യു ആണ്. ഡി സി പാരൽ ടു ആർ ക്യു ആണ്. നോക്ക്, ആർ ക്യൂവും ഡി സി ആണ് പാരൽ. അതൊന്ന് എഴുതി വെച്ചേക്കണം. അത് പാരൽ ആണെങ്കിൽ മാത്രമല്ലയോ ഈ റേഷ്യോ വരത്തുള്ളൂ. ഇങ്ങനെ പാരൽ ആണെങ്കിൽ മാത്രമേ ഈ റേഷ്യോ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ റേഷ്യോ ഉണ്ടെങ്കിൽ ഇത് പാരൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഇത് എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ എഴുതി. അപ്പോൾ ഇത് രണ്ട് ട്രയാങ്കിൾ ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും എഴുതി കഴിഞ്ഞാൽ ഫ്രം ഈ രണ്ട് ഇക്വേഷൻ ഫ്രം 1 and 2 നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഈ രണ്ട് ഇക്വേഷൻ്റെയും ഏത് സൈഡ് ഈക്വൽ? നമുക്ക് എ ക്യു ബൈ ക്യു സി ഇവിടെ ഉണ്ട്, എ ക്യു ബൈ ക്യു സി ഉണ്ട്. ഏതാ? ലെഫ്റ്റ് സൈഡ് തുല്യമാണെങ്കിൽ ഏത് തുല്യമായിരിക്കും? റൈറ്റ് തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാം എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. എ ആർ ബൈ ആർ ഡി. നോക്കത്, ആ പ്രൂഫ് തന്നെ വന്നില്ലയോ? നോക്കി, ഇതിന് ഈക്വൽ അല്ലേ? അതല്ലേ ഞാൻ ഈ എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ പ്രൂവ് ദാറ്റ് കംപ്ലീറ്റ് ആയി. ഹെൻസ് എന്ത് ചെയ്തു? പ്രൂവ്ഡ്. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇത് പ്രൂവ് ചെയ്തു. സെറ്റാണേ? ഓക്കെ ആണേ? വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക് അടിക്കണേ. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഒക്കെയാണ് എൻ്റെ വിജയം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് വരുന്നത്. നിങ്ങളുടെ അത് കാണാൻ തന്നെയാണ് നമുക്കൊരു സന്തോഷമല്ലോ. നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ സന്തോഷമാണ്. അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പഠിപ്പിക്കാനായിട്ട്. ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. ആരുമില്ല. ഓക്കെ, ഇതേ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു പ്രൂവ് ദാറ്റ് കണ്ടുപിടിക്കാനുണ്ട്. കണ്ടല്ലോ, അതാണ് നമുക്ക് രണ്ടാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടതാണ്. എ പി ബൈ എ ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോ. നേരത്തെ പറഞ്ഞു നമ്മൾ ത്രികോണങ്ങൾ നേരത്തെ വരച്ചപ്പോൾ ഈ ഒറ്റ റേഷ്യോ എന്ന് ഞാൻ പഠിപ്പിച്ച അല്ല, ദർ ഈസ് 3 റേഷ്യോസ് ഹിയർ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇനി ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തെ റേഷ്യോ ആയിരിക്കാം. എന്തുകൊണ്ടാണ്? ആ റേഷ്യോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. എ പി എന്ന നീളവും താഴെ കിടക്കുന്ന നമുക്ക് ടോട്ടൽ നീളമായ എ ബി ആണ്. ദെർഫോർ രണ്ടാമത്തെ റേഷ്യോ ആയിരിക്കും ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയും പഴയതുപോലെ എന്ത് കണ്ടുപിടിക്കണം? ആ ട്രയാങ്കിളിനെ എടുക്കണം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്ത അതേ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. എന്തെഴുതാൻ പറ്റും നോക്കിക്കോ. നമുക്ക് എന്തെഴുതാം? നിങ്ങൾ പറ. ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്ത? ട്രയാങ്കിൾ എ ബി സി തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്താണ്ട്. എ ബി സി എന്ന ട്രയാങ്കിൾ തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്തത്. ആ ട്രയാങ്കിൾ ഏതൊക്കെ സൈഡ് പാരല്ല? നിങ്ങൾക്കറിയാം, ഈ സൈഡും ഈ സൈഡും സമാന്തരമാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് എന്ത് ചെയ്തു? ആ ലൈന് മുറിച്ച് പോയി. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റും. നമുക്കറിയാവുന്ന റേഷ്യോ തന്നെയാണ് എ പി ബൈ പ്രശ്നമുണ്ട്. ഇനി എഴുതുന്ന റേഷ്യോ എന്ന് പറയുന്ന ഈ കുഞ്ഞു ലെങ്തും ടോട്ടലും തമ്മിലുള്ള റേഷ്യോ രണ്ടാമത് എഴുതിയ റേഷ്യോ ആണ് നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് മനസ്സിൽ വെച്ചോണം. അങ്ങനെയാണെങ്കിൽ പറ എ പി ബൈ എന്തെന്ന് എഴുതാവൂ? എ പി ബൈ എ ബി. കണ്ടോ, ഈ കുഞ്ഞു കഷ്ണവും ടോട്ടൽ നീളവും. അതുപോലെ അപ്പുറത്ത് എന്ത് എഴുതണം? കുഞ്ഞു കഷ്ണവും ടോട്ടൽ. എ ക്യൂ ബൈ എന്തെന്ന് എഴുതണം? എ ക്യൂ ബൈ എ സി എന്നാണ് എഴുതേണ്ടത്. എന്തോ എഴുതേണ്ടത്? എ ക്യൂ ബൈ എ സി. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു കാര്യം എഴുതാൻ ഞാൻ വിട്ടുപോരുത്. ആ പാരലൈൻ ഏതൊക്കെയാ? സി ബിയും പി ക്യൂവും. ഏതൊക്കെയാ? സി ബി പാരലൽ ടു പി ക്യൂ. സെറ്റാണ്. അത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ ഇത് എഴുതി. നമുക്ക് ഈ ട്രയാങ്കിൾ അല്ല, ഇനി ഒരു ട്രയാങ്കിളും കൂടെ എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. അതേതായിരിക്കും? ഇപ്പുറത്തെ ട്രയാങ്കിൾ. പഴയ പടം പോലിരിക്കുന്ന ട്രയാങ്കിൾ തന്നെ എടുക്കണേ. ഒരു വൃത്തിക്കൊക്കെ എടുക്കണേ. ഞാൻ ഒന്ന് നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഈ വരയ്ക്കണതൊക്കെ. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വരും. ഇതാണ് അതിനകത്ത് മുറിയുന്ന ലൈൻ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ പേര് പറ. ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ പേരെന്താ? എ
ഡി സി, ട്രയാങ്കിൾ എ ഡി സി ആണ്. ഏതൊക്കെ ലൈനാ പാരലൽ? ആർ ക്യൂ പാരലൽ ടു ഡി സി. സംശയമൊന്നുമില്ലല്ലോ, അതാ ഈ ലൈനുമാണ് പാരലൽ. ഓക്കെ, അപ്പോൾ ആർ ക്യൂ പാരലൽ ടു ഡി സി. എന്നിട്ട് റേഷ്യോ എഴുതാൻ നേരത്ത് തെറ്റിപ്പോരുത്. എ ക്യൂ പറയുമ്പോൾ ടോട്ടൽ നീളമായ എ സി പറയണം. അപ്പോൾ എന്തെന്ന് എഴുതണം? എ ക്യൂ ഡിവൈഡഡ് ബൈ എ സി ഈസ് ഈക്വൽ ടു, കണ്ടല്ലോ എങ്ങനെയാ പറയേണ്ടത്? എ ക്യൂ കുഞ്ഞു നീളവും ടോട്ടൽ നീളമായ എ സി. അതിന് കുഞ്ഞു നീളം ഏതാ? എ ആറും ടോട്ടൽ നീളമായ എ ഡിയും എന്ന് പറയണം. ഓക്കെയാണ്. അപ്പോൾ ഇത് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇതെല്ലാവർക്കും ഇതും എഴുതി. ഇനി നിങ്ങളൊന്ന് കൺതുറന്ന് നോക്ക്. കൺതുറന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷനിലും ഇവിടെയും എ ക്യൂ ബൈ എ സി ഉണ്ട്, ഇവിടെയും എ ക്യൂ ബൈ എ സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്തെഴുതാം? ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2ഉം ആണെങ്കിൽ ഫ്രം 1 and 2 രണ്ടിൽ നിന്നും എനിക്ക് എന്തെഴുതാൻ പറ്റും? ഏത് സൈഡ്? അപ്പുറത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എ പി ബൈ പി ബി എന്ന് പറയുന്നത് എ ആർ ബൈ എ ഡിക്ക് തുല്യമായിരിക്കും. എന്തുകൊണ്ടാണ്? ഈ സൈഡുകൾ ഈക്വൽ ആയാൽ ഇപ്പുറത്തെ സൈഡുകൾ ഈക്വൽ ആവും. അതുകൊണ്ട് എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ എ ഡി കിട്ടി. രണ്ടാമത്തെ പ്രൂഫ് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് എഴുതാം ഹെൻസ് പ്രൂവ്ഡ്. നമുക്ക് എന്ത് ചെയ്തു? പ്രൂവ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പെർഫെക്റ്റ്. രണ്ടാമത്തെ ചോദ്യം പഠിക്കാം. മക്കളെ, തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിൽ ഒരു കുഞ്ഞു പ്രത്യേകതയുണ്ട്, നോക്കിക്കോ. ഇതൊരു പാരലലോഗ്രമാണ് അല്ലെങ്കിൽ സാമാന്തരികമാണ്. അറിയാം, പാരലോഗ്രം മീൻസ് പാരലൽ സൈഡ് കൊണ്ട് നിർമ്മിച്ചതാണ് സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നോക്ക്, 2 corners ഓഫ് ദ പാരലോഗ്രം. ഈ പാരലോഗ്രത്തിന്റെ മൂലയാണിത്. ഇതിൽ നിന്നും ഈ വരച്ച ലൈൻ ഇതിന്റെ എവിടെയാണ് വന്ന് കൂട്ടിമുട്ടെന്ന് വെച്ചാൽ കൃത്യം നടുക്കാണ്. കണ്ടോ, ഈ പോയിന്റിന് പ്രത്യേകതയുണ്ട്. ആ പോയിന്റ് പേരാണ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രധാന വാക്കൊന്ന് സൂക്ഷിച്ചു വെച്ചോണം. മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ്. കേട്ടല്ലോ? അപ്പോൾ എന്തോ പറഞ്ഞേ? ഈ മൂലയിൽ നിന്നും ഈ വരയ്ക്കുന്ന വര എന്ത് ചെയ്തു? ഇവിടുത്തെ നടുക്ക് പോയിന്റിലാണ് വന്ന് ഇടിച്ചേക്കുന്നത്. ഓക്കെ, സെയിം ഈ മൂലയിൽ നിന്ന് വരയ്ക്കുന്ന വര കൃത്യം ഈ സൈഡിൻ്റെ എവിടെയാണിത്? മിഡ് പോയിന്റിലാണ് വന്നിടിച്ചേക്കുന്നത്. ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ തെളിയിക്കേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ട് പോവാം. പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് കട്ട് ദ ഡയഗണൽ. ഈ വരച്ച ഈ ചുമന്ന വര എന്തു ചെയ്യുന്നുണ്ട്? ഈ പച്ച വരയെ കൃത്യം 3 കഷ്ണമാക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ? ഒന്നുകൂടെ പറയാം. ഈ മൂലയെന്ന് വരച്ച ഈ ചുമന്ന വരയില്ലേ, ഈ ചുവന്ന വര ഈ പറയുന്ന പച്ച വരയുടെ പേരെന്തോ? ഡയഗണൽ അല്ലെങ്കിൽ വികർണത്തിനെ 3 തുല്യ കഷ്ണങ്ങളാക്കുന്നുണ്ടെന്ന് തെളിയിക്കണം. ഞാൻ കണ്ട പടങ്ങൾക്കെല്ലാം പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ തെളിയിക്കേണ്ടത്? ആ പച്ച വരയെ 3 കഷ്ണമാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഈസ് ഈക്വൽ ടു വൈ സി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ 3 കഷ്ണങ്ങളും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ദിസ് ഹാസ് ടു ബി പ്രൂവ്ഡ് ബൈ അവർ സെൽഫ്. ഓക്കെ, എല്ലാ ഇംഗ്ലീഷും കിടില്ല. അപ്പം നമുക്ക് ഇതാണ് തെളിയിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം ആ പച്ച ലൈനിനെ 3 കഷ്ണങ്ങളാക്കുന്നു എന്ന് തെളിയിക്കണം. ഇവിടെ നമ്മൾ തെളിയിക്കാൻ വേണ്ടി എന്തുമായിരിക്കും തപ്പിപ്പോണ്ടേ? ആ ത്രികോണം തപ്പിപ്പോണം, പാരലൽ ലൈൻസ് തപ്പണം, റേഷ്യോ എഴുതണം, ഉത്തരത്തിലെത്തണം. ഓക്കെയാണ്? ഐഡിയ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ? എന്നാൽ എൻ്റെ ക്ലാസ് ഓക്കെയാണ്, അല്ലെങ്കിൽ പോയി. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പാരലോഗ്രാം. അപ്പം നമുക്കറിയാം എ ബി എന്ന് പാരലൽ ടു സി ഡി ആണെന്ന് നമുക്കറിയാം. അതാണെങ്കിൽ ബി സി പാരലൽ ടു എ ഡി ആണെന്നറിയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എഴുതി വെക്കാത്തത്. മക്കളെ, ഈ ഒരു പടത്തിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ് ഏതാ? ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പോവാം. പി എന്ന് പറയുന്നത് നോക്ക്, ഈ പി എന്ന് പറയുന്നത് നടുക്കത്തെ പോയിന്റ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്കറിയാം എ പിയുടെ നീളവും പി ബിയുടെ നീളവും ഈക്വൽ ആയിരിക്കും. അത് മനസ്സിൽ വെച്ചോണേ. അതാണെങ്കിൽ ഇതെന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദു. അപ്പോൾ ഡി ക്യൂയുടെ നീളവും ക്യൂ സിയുടെ നീളവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രയാങ്കിളിൽ ഇവരുണ്ടെങ്കിൽ അവർ ഈക്വൽ അല്ലേ? അപ്പോൾ നോക്കിയാൽ നമുക്ക് എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ ഇതായിരിക്കും. ആദ്യത്തെ ട്രയാങ്കിൾ ഇതാണ്, കണ്ടോ? ഇവിടെ കാണാം, ഇതുവഴി ഒരു പാരലൽ ലൈനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എ ബി വൈ. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എ ബി വൈ ആണ് ഞാൻ എടുക്കുന്നത്. കണ്ടല്ലോ, ട്രയാങ്കിൾ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. എ ബി വൈ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ എഴുതാം. റേഷ്യോ എന്താണ്? ഏതൊക്കെ ലൈനാ പാരലൽ എന്ന് നിങ്ങൾക്കറിയാം. ബി വൈ ഈസ് പാരലൽ ടു എക്സ് പി. ഓക്കെ ആണ്. ബി വൈ എന്ന് പറഞ്ഞ നീളം എക്സ് പിക്ക് പാരലാണ്. കാണുമ്പോഴേ അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതൊക്കെ. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഏതാണ് റേഷ്യോ എന്ന്. നമുക്ക് എങ്ങനെ റേഷ്യോ എഴുതാം? എ പി ബൈ പി ബി എന്ന് പറയുന്ന നീളം, എ പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ. എ
പിയും പി ബിയും തമ്മിലുള്ള റേഷ്യോ തന്നെയായിരിക്കും AX/XY. ഏതാണ്? AX/XY ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ധൈര്യമായി എഴുതാം, സംശയമൊന്നുമില്ല. ഇനി നിങ്ങൾ ഓരോരുത്തരും പറ, എന്താ മക്കളെ ഈ AX/XYയുടെ പ്രത്യേകത? AXും XYയുടെയും പ്രത്യേകത എന്താ? നോക്ക്, AX എവിടെ? അതാണ്ട് AXും XYയും കണ്ടല്ലോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. AP-യും PB-യും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, ദർ ഈസ് എ ബന്ധം. നോക്ക്, ഇത് P എന്ന് പറഞ്ഞ മിഡ് പോയിന്റ്. അപ്പൊ AP-യുടെ നീളവും PB-യുടെ നീളവും ഒന്ന് തന്നെ. എന്ന് വെച്ചാൽ ഇച്ചിരി കണക്ക് പറയുവാണെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 2. എന്തുകൊണ്ടാണ്? ഇത് കൃത്യം നടുക്കത്തെ പോയിന്റ്. AB 4 ആണെങ്കിൽ ഇത് കൃത്യം നടുക്കത്തെ പോയിന്റ് ആയതുകൊണ്ട് ഇത് രണ്ടും രണ്ടുമായി മുറിയും. എന്ന് പറയുമ്പോൾ AP-യുടെ നീളവും PB-യുടെ നീളവും ഒരുപോലെ. അങ്ങനെയാണെങ്കിൽ AP-യും PB-യും ഒന്നാണെങ്കിൽ ആൻസർ 1 എന്ന് എഴുതി കൂടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോക്ക്, AP എന്ന് പറയുന്ന നീളവും PB എന്ന് പറയുന്ന നീളവും ഒരേ നീളം പോകുമ്പോൾ ഒരേ സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്ത ഉത്തരം 1. ഒരേ സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്ത ഉത്തരം 1. ഒരേ സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്ത ഉത്തരം 1. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്ക്. AX/XYനെ അങ്ങനെ തന്നെ നിർത്തി ഇതിൻ്റെ ഉത്തരം 1 എന്ന് എഴുതുന്നു. എന്തുകൊണ്ട്? P എന്ന് പറയുന്നത് നടുക്കത്തെ പോയിന്റ് ആയതുകൊണ്ട് അപ്പുറമുള്ള നീളം ഒരുപോലെയാണ്. ഒരുപോലത്തെ സംഖ്യ തമ്മിൽ ഡിവൈഡ് ചെയ്ത ഉത്തരം 1 ആയിരിക്കും. അതുകൊണ്ട് AX/XY = 1 എന്ന് എഴുതാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഫ്രാക്ഷനും ഇതൊരു ഫ്രാക്ഷൻ ആവണമെങ്കിൽ by 1 ഇടാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ക്രോസ് ചെയ്തൂടെ? എങ്ങനെ ക്രോസ് ചെയ്യാം? AXും 1 ഗുണിക്കാം, XYയും 1 ഗുണിക്കാം. അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, AX × 1 AX, XY × 1 XY. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എഴുതി ആദ്യമേ നിർത്താം. AX XYക്ക് ഈക്വൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നമ്മുടെ പ്രൂഫ് കറക്റ്റ് ആയില്ലയോ? AX XYക്ക് ഈക്വലാന്ന് കിട്ടി. ഇനി ഒരാളെയും കൂടെ കണ്ടുപിടിക്കണം. ആര് ഈക്വൽ ആക്കണം? YC ഈക്വൽ ആക്കണ്ട. അപ്പം ഇത് ഒരു ഭാഗമായതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം പറയണമെങ്കിൽ അടുത്ത ഒരു ട്രയാങ്കിൾ എടുക്കണം. അവിടെ ആര് വേണം? തുല്യമായ 2 കഷ്ണങ്ങൾ വരുന്നുണ്ട്. ഇവിടെയാണ് ആ തുല്യ കഷ്ണം. DQയും QCയും ഈക്വൽ. അപ്പോൾ അത് ഉൾപ്പെടുന്ന ഈ ട്രയാങ്കിൾ എടുത്താലേ നമുക്ക് ഉത്തരം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി ഭാഗത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ട്രയാങ്കിൾ ഏതാ? കിട്ടിയല്ലോ, CDX. കണ്ടോ, CDX എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് വരും? ഏതാണ്? ട്രയാങ്കിൾ CDX എന്നെടുക്കുന്നു. CDXൽ ആരൊക്കെയാ പാരലൽ? നിങ്ങൾ പറ. QY ഈസ് പാരലൽ ടു DX എന്ന് എഴുതാം. QY ഈസ് പാരലൽ ടു DX എന്ന് എഴുതാം. എന്നിട്ട് റേഷ്യോ എഴുതിക്കൂടെ? അപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ എങ്ങനെ വരും നോക്കുക? CQ/QD ഈസ് ഈക്വൽ ടു, നോക്കുക, CQ/QD. CQയും QDയും തമ്മിലുള്ള അതേ റേഷ്യോ തന്നെയാണ്. CY/YX എന്ത് വരും? CY/YX ആണ് വരുന്നത്. YX വരും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, CQ/QDയുടെ പ്രത്യേകത എന്തുവാ? CQ/QD, CQയും QDയും ഇതാണ് എന്ന് പറയുമ്പോൾ ഇത് കൃത്യം നടുക്കത്തെ പോയിന്റ് ആയതുകൊണ്ട് ഇത് ടോട്ടൽ നീളം എന്ന് പറയുന്ന 6 ആണെങ്കിൽ ഇത് 3ഉം ഇത് 3ഉം ആയിരിക്കില്ല. എന്തുകൊണ്ടാണ്? ഇത് കൃത്യം നടുക്കത്തെ പോയിന്റ് ആയതുകൊണ്ട് 3 വരും. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഉത്തരം 1 എന്ന് വരും. അതുകൊണ്ട് നമുക്ക് CQ/QDയുടെ ഉത്തരം എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, CY/YX എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പോൾ ഈ 1 എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ഉത്തരം 1 ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം, ഇതിൻ്റെ അടിയിൽ ഒരു 1 കൂടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം CY × 1ഉം YX × 1 എന്നും എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, CY = YX എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് 2 പെട്ടികൾ കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ? എന്തോ നമുക്ക് 2 ബോക്സുകളായിട്ട് 2 കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് AX = XYയും അതാണെങ്കിൽ CY = YXും ഉണ്ട്. AX = XYയും കിട്ടി, CY = YXും കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കും മക്കളെ. AX XYക്ക് ഈക്വൽ, അതാണല്ലോ ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതോടൊപ്പം എന്താണ്ട് YX എന്ന് പറയുന്നത് CYക്ക് ഈക്വൽ. YX അവിടെ ഉണ്ട്, അപ്പോൾ CYക്ക് ഈക്വൽ. അപ്പോൾ ഇത് 3ഉം കൂടെ ചേർത്ത് എഴുതുമ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇവിടെ എഴുതുന്നു. ഫ്രം ആ 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? AX = XY = YC എന്ന് പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എഴുതാം, ഹെൻസ് പ്രൂവ്ഡ്. നമുക്കിതാ പ്രൂവ് ചെയ്യേണ്ടത് ഇതായിരുന്നു. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റി ഈ 2 പെട്ടിയിൽ നിന്നും. ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ രണ്ടാമത്തെ ചോയ്സിന്റെ പ്രൂഫ്. അടിപൊളിയായിട്ട് കിട്ടിയല്ലോ, സെറ്റാണ്. ഇനി നമുക്ക് മൂന്നാമത്തത് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. പ്രൂവ് ദാറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? BC/PP/PC = BR/RP എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുന്നില്ലെന്ന് പറഞ്ഞ കമൻ്റ് ഒന്നും വേണ്ട.
പുസ്തകം എടുക്കണേ. അപ്പോൾ അതാ നോക്കിക്കോ, ഇനി ഞാൻ ഈ ഒരു പടത്തിലും നിങ്ങൾക്ക് എന്താണ് എടുക്കേണ്ടത് നിങ്ങൾക്കറിയാം. എന്തും എടുക്കേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച ആ റേഷ്യോ എഴുതാൻ പഠിച്ച ട്രയാങ്കിൾ തപ്പിപ്പോകും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഏതൊക്കെ സൈഡ് വരുന്ന ബി പിയും പി സി ഒക്കെ വരുന്ന സൈഡ് തപ്പിപ്പോണം, അല്ലെങ്കിൽ ബി ആറും ആർ പിയും വരുന്നത് തപ്പിപ്പോണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. എവിടെ ബി ആർ, ഇതാണ്ട് ബി ആറും ആർ പിയും വരുന്ന ട്രയാങ്കിൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ബി ആർ ബൈ ആർ പി വരുന്ന ട്രയാങ്കിൾ ഏതാണതാ, ഇതാണ് ആ ട്രയാങ്കിൾ എന്ന് കിട്ടി. അപ്പോൾ ഏത് ട്രയാങ്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. നമുക്ക് എടുക്കേണ്ട ആദ്യത്തെ ട്രയാങ്കിൾ ഞാൻ ഇവിടെ ചുമന്നയിൽ വരച്ചിട്ടേക്കാം. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൽ നമുക്ക് പറയാൻ പറ്റും ഏത് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ബി എ പി ആണ് കൺസിഡർ ചെയ്തത്. അവിടെ നമുക്കറിയാം ക്യു ആർ ഈസ് പാരലൽ ടു എ പി. അപ്പം സാർ ഈ പടം നോക്കിയിട്ടാണോ ഈ ഡയലോഗ് പറയുന്നതെന്നൊരു ചോദ്യമുണ്ട് ഇവിടെ അല്ലേ. ക്യു ആർ എങ്ങനെ എ പി എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡയലോഗ് ഉണ്ട് കേട്ടോ, അതൊന്ന് നോക്കണം കേട്ടോ. ഡയലോഗ് ഒന്ന് നോക്കണം. ഏതാണ്ട് അത് ലൈൻ പാരലൽ ടു എ പി. എ പിക്ക് പാരലായിട്ടൊരു ലൈൻ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, ബി പിയിലേക്ക് ബി സി അറ്റ് ആർ എന്ന് എഴുതിയിട്ടുണ്ട്. ബി സിയിൽ ആറിലേക്ക് എന്ത് ചെയ്യുന്നു, എ പിക്ക് പാരലായിട്ട് ലൈൻ വരയ്ക്കുന്നു എന്നതാണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നാണ് ഞാൻ ഇത് എഴുതിയത്. അല്ല പടം നോക്കി എനിക്ക് ക്യു ആറും എ പിയും പാരലാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് പറഞ്ഞോ, കമോൺ എവരിബഡി. എന്തുവായിരുന്നു, ബി ആർ ബൈ ആർ പി. ബി ആറിനെ ആർ പിയുമായിട്ട് ഡിവൈഡ് ചെയ്താൽ ബി ആറും ആർ പിയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന അതേ ഉത്തരം തന്നെയാണ് ബി ക്യു ബൈ ക്യു എ. എന്ത്, ബി ക്യു ബൈ ക്യു എ എന്ന് പറയുന്ന സെറ്റാണ്. ഇത് എഴുതാൻ എല്ലാവരും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു സന്തോഷത്തെ അടിപൊളിയായിട്ട് അങ്ങ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് കിട്ടി, സെറ്റാണ്. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിൽ നിന്ന് അത് കിട്ടി. ഏതാ, ബി ആർ ബൈ ആർ പി ഈക്വൽ ടു ബി ക്യു ബൈ ക്യു എ. ഇത് മാത്രമല്ല, നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം മറ്റൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം. ആ ട്രയാങ്കിൾ ആര് വേണം, ബി പി ബൈ പി സി വേണമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വലിയ ട്രയാങ്കിൾ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. ഇത് ആ വലിയ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ പേര് പറയാം, ട്രയാങ്കിൾ ബി സി എ ആണ്. ഏതാണ് ആ വലിയ ട്രയാങ്കിൾ ഒന്ന് വരച്ച് കാണിക്കാം. വലിയ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചുമന്ന മഷിയിൽ കാണിക്കുന്ന ഭാഗമാണ്. കണ്ട് ഈ വലിയ ട്രയാങ്കിൾ. അതിൽ ഈ എ സിക്ക് പാരലായിട്ടാണ് ഈ പച്ച ലൈൻ വരച്ചേക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ ചുമന്നയിൽ വരയ്ക്കേണ്ടല്ലോ. ദാണ്ടേ എ സിക്ക് പാരലായിട്ടാണ് പച്ച ലൈൻ എന്ന് പറഞ്ഞ ഏത് ലൈനാണെന്ന് നിങ്ങൾക്കറിയാലോ. അതാണ്ട് ഈ ലൈൻ, അത് തന്നെയാണ് ഞാൻ ഡാർക്കിഷ് ചെയ്യുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഏത്, എ സി പാരൽ ടു ക്യു പി ആയിരിക്കും. അപ്പോൾ എന്തുവാ, എ സി പാരൽ ടു ക്യു പി ആയിരിക്കും. തെറ്റിപ്പോരുത്, എ സി പാരൽ ടു ക്യു പി ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ പറ, എവിടം വരെ വരണം, ഇവിടം വരെ പറയണം. അപ്പോൾ ബി പി ബൈ പി സി എന്തെന്ന് എഴുതണം, ബി പി ബൈ പി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ മക്കളെ, ബി പി ബൈ പി സി. ബി പി ബൈ പി സി എന്തിന് ഈക്വലാ, നോക്കിപ്പറ, ബി ക്യു ബൈ ക്യു എക്ക് ഈക്വലാ. എന്താ, ബി ക്യു ബൈ ക്യു എക്ക് ഈക്വലാ. തെറ്റിപ്പോരുത്, ഇത് എഴുതുമ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. ബി പി ബൈ പി സി ഇസ് ഈക്വൽ ടു ബി ക്യു ബൈ ക്യു എ ആണ്. ഈ രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതോ ഒരു സൈഡ് ഈക്വലാ. കണ്ടോ ബി ക്യു ബൈ ക്യു എയും ഇവിടെയും ബി ക്യു ബൈ ക്യു എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി പി ബൈ പി സി ഈസ് ഈക്വൽ ടു ബി ആർ ബൈ ഏതാണ്, ബി ആർ ബൈ ആർ പി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെൻസ് എന്ത് ചെയ്തു നമ്മൾ, പ്രൂവ്ഡ്. ഓക്കെയാണ്, സെറ്റാണ്. കണ്ടല്ലോ, ബാക്കി വന്ന ബി ആർ ബൈ ആർ പിയും ബി പി ബൈ പി സി അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യങ്ങളുടെ പ്രൂഫ്. നല്ല രസത്തോടു കൂടി പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് മിഡ് സെക്ഷൻ അല്ലെങ്കിൽ മധ്യഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ കൃത്യം മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ മധ്യ പോയിൻ്റാണ് അത്, നടുക്കത്തെ പോയിൻ്റ്. അതുകൊണ്ട് ഈ സൈഡിൻ്റെ മധ്യ പോയിൻ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് എങ്കിൽ ആ രണ്ട് പോയിന്റുകൾ ചേർത്ത് ഇവിടെ വരച്ചേക്കുന്ന ഒരു പച്ച ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, താഴത്തെ സൈഡിന് ഞാൻ പേര് കൊടുക്കുന്നു എ ബി, ഈ സൈഡിന് പി ക്യു എന്ന് പേര് കൊടുത്താൽ ഈ നടുക്കത്തെ പോയിന്റുകൾ ചേർത്തിട്ടാണ് ഈ ലൈൻ വരച്ചതെങ്കിൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്കൊരു കാര്യം യഥാർത്ഥത്തിൽ എഴുതാം, ഒരു മാറ്റവും ഇല്ല. എ ബി പാരലൽ ടു പി ക്യു. എ ബി എന്ന് പറയുന്നത് പി ക്യുവിന് സമാന്തരമായിരിക്കും, മാറ്റമില്ല. എങ്ങനെയാണ് ഒരു ട്രയാങ്കിളിൻ്റെ മധ്യ പോയിന്റുകൾ ചേർത്ത് ഇങ്ങനെ വരയ്ക്കുന്നത്, അത് മറ്റേ സൈഡിന് എന്തായിരിക്കും,
പാരലൽ ആയിരിക്കും അല്ലെങ്കിൽ സമാന്തരമായിരിക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു, ഇതിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഈ എ ബി എന്ന് പറഞ്ഞ വരയുടെ നീളം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പി ക്യൂവിൻ്റെ നീളം എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. അതെങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം, പി ക്യു ഈസ് ഈക്വൽ ടു എ ബിയുടെ പകുതി എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകളും ഈ ഒരു മിഡ് സെക്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കണം. എന്തോ മിഡ് സെക്ഷൻ പറഞ്ഞത്, ഇതതിൻ്റെ മിഡ് പോയിന്റ്, ഇതതിൻ്റെ മിഡ് പോയിന്റ്, അവ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് പാരലായിരിക്കും. ഇതിന് പാരലായിരിക്കും. അതോടൊപ്പം ഈ നീളം 10 ആണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും ഇത്. ഈ രണ്ട് പോയിന്റും നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കണം. ഇതറിയാമെങ്കിൽ സിമ്പിളായി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. താഴെ എഴുതിയേക്കുന്ന ഇതേ വാചകം തന്നെയാണ്, പാരലുമായിരിക്കും, അതോടൊപ്പം ഹാഫ് ഇറ്റ്സ് ലെങ്തുമായിരിക്കും, പകുതിയും ആയിരിക്കും. അതാണ് ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്, പഠിച്ചു വെച്ചേക്കുക. തൊട്ടു മുന്നേ പഠിച്ച പടമാണ് ഇതെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഒരു അക്ഷരമായിട്ട് പറയുന്നു 2a ആണെന്ന് വിചാരിക്കുന്നു. എന്തുവാ, ഈ ലെങ്തിൻ്റെ നീളത്തെ എന്തെന്നെടുക്കുന്നു? 2a. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളം എത്ര? 2a പകുതി. 2a പകുതി എന്ന് പറഞ്ഞാൽ ഈ നീളം എത്ര വരും? a. സംശയമൊന്നുമില്ലല്ലോ, ഇത് സംശയമൊന്നും വേണ്ട. 2a പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, a ആണ്. 2a പകുതി എന്ന് പറയുമ്പോൾ a. അത് വരച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്യാണ് മക്കളെ. ഇതാ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വശത്തിൻ്റെ കൃത്യം മിഡ് പോയിന്റ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതാ ഈ ലൈനും ഈ ലൈനും ഇവിടെ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചു. ഓക്കെയാണ്. ഏതൊക്കെ ലൈൻ? അതാ ഈ മിഡ് പോയിന്റും ഈ മിഡ് പോയിന്റും ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, മിഡ് പോയിന്റുകൾ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചാൽ ഈ വര മറ്റൊരു വരയ്ക്ക് എന്തായിരിക്കും? പാരലൽ. മീൻസ് ഈ ലൈനിന് അത് എന്തായിരിക്കും? പാരലുമായിരിക്കും. അതോടൊപ്പം ഈ ലൈനിൻ്റെ പകുതി, അല്ലെങ്കിൽ ഈ വലിയ ലൈനിൻ്റെ പകുതി ആയിരിക്കും ഈ ചെറുത്. ഓക്കെയാണ്. എന്തോ ഞാൻ പറഞ്ഞത്, ഇതും മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ലൈനിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ നീളം കൂടിയ ലൈനിൻ്റെ പകുതിയായിരിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു മക്കളെ, ഏതാ ഈ സൈഡിൻ്റെ ലെങ്ത് 2b ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നീളം എത്രയാണ്? 2b ആണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? പറ, നിങ്ങൾ എൻ്റെ കൂടെ പറ, എത്രയായിരിക്കും? b ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ എഴുതാം, ഇതിൻ്റെ നീളം എത്ര? b. പ്രശ്നമില്ലല്ലോ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പറയാൻ ശ്രമിക്കും മക്കളെ, നിങ്ങളെല്ലാവരും ഒന്ന് പറയാൻ ശ്രമിക്കുക. ഇതാ ഇത് മിഡ് പോയിന്റ് നമുക്കറിയാം, ഇതും മിഡ് പോയിന്റ്. ഇവ ചേർത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വര വരയ്ക്കുന്നു. ഇവർ തമ്മിൽ ചേർത്ത് ഞാൻ എന്താ ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു. ഓക്കെയാണ്. ഇങ്ങനെ ഒരു വര വരച്ചാൽ ഈ വര എന്ന് പറയുന്നത് ഈ വരയ്ക്ക് എന്തായിരിക്കും? പാരലുമായിരിക്കും, ആ വലിയ വരയുടെ പകുതിയും ആയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ പറ, ഈ നീളം കൂടിയ സൈഡിനെ ഞാൻ എടുക്കുന്നു 2c എന്നെടുത്താൽ നിങ്ങൾ പറ, ഈ നീളം കൂടിയ സൈഡ് 2c ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? c ആയിരിക്കത്തില്ലേ? എന്തുമായിരിക്കും? c ആയിരിക്കും. എന്തുമായിരിക്കും? c. സെറ്റ്. ഇത് നിങ്ങൾക്ക് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമല്ലോ. അപ്പോൾ ഈ പടം നിങ്ങളുടെ മനസ്സിൽ ഇനി വേണം ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചേക്കുക. പ്രൂവ് ദാറ്റൊക്കെ പഠിക്കണ്ടേ? ഓക്കെയാണ്. അപ്പോൾ ഇത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മക്കളെ, ആ വലിയ ട്രയാങ്കിളിന് ഞാനൊരു പേര് കൊടുക്കുന്നു. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ പേര് കൊടുത്താൽ ABC എന്ന് വലിയ ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുത്തു. അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ പേരെന്തോ? വലിയ ട്രയാങ്കിളിൻ്റെ പേരെന്ത് കൊടുത്തു? ABC. അങ്ങനെയാണ് നിങ്ങളൊന്ന് എന്നോട് പറയാൻ ശ്രമിച്ചാണ്, പെരിമീറ്റർ കണ്ടുപിടിച്ചാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ? ചുറ്റളവ്. ആരുടെ? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC. ആ വലിയ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാണ് എന്തോ പ്രത്യേകത? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ 2aയും 2bയും 2cയും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ എന്തോ ഉത്തരം? 2a + 2b + 2c എന്നെഴുതിക്കൂടെ? ആ 2നെ അങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ a + b + c എന്നെഴുതിക്കൂടെ? എന്ന് പറയുമ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? 2 × a+. ഈ 2നെ പറ്റി ടെൻഷൻ ഉള്ളവരൊന്ന് ഗുണിച്ച് നോക്കിയാൽ 2a 2b 2c കിട്ടും. ഓക്കെയാണ്. ആ 2 കോമൺ ആയിട്ട് എഴുതി. ഓക്കെയാണ്. ഇത് മനസ്സിലായി. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എത്ര? 2 × a + b + c. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന കുഞ്ഞു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടെ പറ. പെരിമീറ്റർ ഓഫ്, പേര് കൊടുത്തിട്ടില്ല ട്രയാങ്കിളിന്, ഞാൻ പേര് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോ. ആ ട്രയാങ്കിളിൻ്റെ പേര് PQR എന്ന് കൊടുത്തു കേട്ടല്ലോ. അപ്പം ട്രയാങ്കിളിൻ്റെ പേരെന്തെന്ന് കൊടുത്തു? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR. കുഞ്ഞു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. ഈ കുഞ്ഞൻ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ പറയാൻ പറഞ്ഞാൽ എത്ര കിട്ടും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെ കൂട്ടണം നോക്ക്. എയും
ബിയും സിയും, അതല്ലേ നീളങ്ങൾ. അപ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഇതാ ആ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 2 × എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സി ആരാ? കുഞ്ഞിതിൻ്റെ പെരിമീറ്ററിൻ്റെ 2 മടങ്ങാണ് വലുതിൻ്റെ പെരിമീറ്റർ. എങ്ങനെയാ? ഒന്നുകൂടെ പറ. കുഞ്ഞ് ത്രികോണത്തിൻ്റെ പെരിമീറ്ററിൻ്റെ ഡബിളാണ്, ഇരട്ടിയാണ് വലുതിൻ്റെ പെരിമീറ്റർ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദാ ഇതിൻ്റെ പെരിമീറ്റർ ഒരു 40 ആണെങ്കിൽ ഈ കുഞ്ഞിതിൻ്റെ പെരിമീറ്റർ എത്ര ആയിരിക്കും? 20. കണ്ടോ? ഇതിൻ്റെ പകുതിയായിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും വലുതിൻ്റെത് എന്ന് പഠിച്ചു മനസ്സിലാക്കി വെച്ചേക്കാലോ. ഒന്നിൻ്റെത് 20 ആണെങ്കിൽ മറ്റേൻ്റെ എത്രയായിരിക്കും? 40. ഓക്കെ ആണ്. അപ്പോൾ ചെറുതിൻ്റെ ഡബിൾ ആയിരിക്കും വലുതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ ടെക്സ്റ്റിലെ ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. എന്താണ് ഈ പോയിന്റിന്റെ ഒക്കെ പ്രത്യേകത? മിഡ് പോയിന്റ് ആണ്. നമ്മളിപ്പം വരച്ച പടമാണ്. ഒന്നാമത്തെ ചോദ്യം എന്നാണ്? ഹൗ മെനി ടൈംസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ. ചെറിയ ട്രയാങ്കിളിന്റെ എത്രയാണ് വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ്ട് ഇത്രയേ ഉള്ളൂ. വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ എന്താണ്? ചെറിയ ട്രയാങ്കിൾ പെരിമീറ്ററിൻ്റെ ഇരട്ടിയാണ് വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 2 times ദ പെരിമീറ്റർ ഓഫ് ദ സ്മാളർ ആയിരിക്കും. ചെറുതിൻ്റെ 2 മടങ്ങ് ആയിരിക്കും. അതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് അബൌട്ട് ദർ ഏരിയാസ്? കുഞ്ഞിതിൻ്റെയും വലുതിൻ്റെയും കൂടെ ഏരിയകൾ തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദ്യം. ഏരിയ ആണ് ചോദ്യം. എന്താ ചോദ്യം? ഏരിയ. അങ്ങനെയാണെങ്കിൽ ആ പഴയ പടത്തിലോട്ടൊന്ന് ഞാൻ പോകുന്നു. പറ മക്കളെ, ദാ ഈ ടോട്ടൽ നീളം എന്താ? 2c. അതാണ്ട് ഇതിൻ്റെ ടോട്ടൽ നീളമാണ് 2c. അതിൽ ഈ 6 എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ് നടുക്കത്തെ പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഈ നീളം എത്ര? സി. സംശയമില്ലല്ലോ. ഈ നീളം എന്തുവാ? സി ആയിരിക്കും. ഈ നീളം എന്ത് തന്നെയായിരിക്കും? സി ആയിരിക്കും. സംശയമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ സി ആയിരിക്കും. ഇനി ഇതാ ഇവിടെ നോക്കുക. ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2b ആണെങ്കിൽ ഈ കുഞ്ഞു നീളം എത്രയായിരിക്കും? ബി ആയിരിക്കും. ഈ കുഞ്ഞു നീളവും ബി ആയിരിക്കും. കണ്ടോ? ഈ നീളം ബി ആയിരിക്കും, ഈ നീളവും ബി ആയിരിക്കും. സംശയമൊന്നും വേണ്ട. ഇതിൻ്റെ ടോട്ടൽ നീളം 2a ആണ്. ഇത് നടുക്കത്തെ പോയിന്റ് ആണെങ്കിൽ ഇതിൻ്റെ നീളം എ ആയിരിക്കും. ഈ കഷ്ണത്തിൻ്റെ നീളം എ ആയിരിക്കും. ഇത് ഇത്രയും മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഓരോ ത്രികോണങ്ങളൊന്ന് നോക്കിയാണ്. ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഈ ത്രികോണത്തിൻ്റെ വശം ഏതൊക്കെയാണ്? എയും ബിയും സിയും. ഓക്കെ. ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് നോക്കിയാണ്. എയും ബിയും സിയും. ഇനിയുമുണ്ട് ത്രികോണം. ദാ ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ ഏതൊക്കെയാന്ന് നോക്കി? ബിയും സിയും എയും. എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ത്രികോണമുണ്ട്. ആ 4 ത്രികോണത്തിൻ്റെയും വശങ്ങൾ ഒന്നാണ്. അല്ലെങ്കിൽ ഈ 4 ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളാണ്? തുല്യ ത്രികോണങ്ങളാണ്. അപ്പോൾ വലിയ ഒരു ത്രികോണത്തിനെ എത്ര ത്രികോണമായി മുറിച്ചു എന്ന് പറയാം? 4 തുല്യ ത്രികോണങ്ങളായി മുറിച്ചു. അങ്ങനെയാണെങ്കിൽ ഏരിയക്ക് എന്ത് വ്യത്യാസം വരും? നിങ്ങൾക്കറിയാം. 4ൻ്റെയും കൂടെ ഏരിയ കൂട്ടുമ്പോൾ കിട്ടുന്നത് ആ വലിയ ത്രികോണത്തിൻ്റെ ഏരിയ. അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ത്രികോണത്തിൻ്റെ ഏരിയയുടെ 4 മടങ്ങ് ആയിരിക്കും. കുഞ്ഞു ത്രികോണം ദാ ഈ ഒരു ത്രികോണത്തിൻ്റെ ഏരിയയുടെ കൂടെ എത്ര വട്ടം കൂട്ടണം? 4 എണ്ണം കൂട്ടണ്ടേ? മീൻസ് 4 മടങ്ങ് കൂട്ടുമ്പോൾ ഈ വലിയ ത്രികോണത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഈ കുഞ്ഞതും വലുതും തമ്മിലുള്ള ഏരിയ അല്ലെങ്കിൽ പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഞാൻ ദാണ്ട് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇതായിട്ട് എഴുതാം. പരപ്പളവ് എങ്ങനെയായിരിക്കും? കുഞ്ഞു ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 4 മടങ്ങാണ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്നെഴുതി വെക്കുക. ഓക്കെയാണ്. അപ്പോൾ ഈ ചോദ്യം സെറ്റായേ. ടെക്സ്റ്റിലെ മറ്റൊരു ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ചോദ്യം കാണുമ്പോഴും നിങ്ങൾക്കറിയാം ഈ ഓരോ പോയിന്റും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ വലിയ ഒരു ത്രികോണം ഇവിടെ ഉണ്ട്. ആ ത്രികോണത്തിൽ നിന്നും മറ്റൊരു ത്രികോണത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്ത പോലെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു പോർഷൻ ഇല്ലാന്താനും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ടോട്ടൽ പടത്തിൻ്റെ ഏരിയയുടെ എത്ര കഷ്ണമാണിത്? 4 കഷ്ണം. അതിൽ എത്ര എണ്ണം മതി? നമുക്ക് 3 എണ്ണം മതി. മീൻസ് ഇവിടെ എത്ര കഷ്ണങ്ങളെ ഉള്ളൂ? 3/4 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചുമന്ന കളറിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ 4ൽ എത്ര ഭാഗം? 3 ഭാഗം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വലിയ ത്രികോണത്തിൽ നിന്ന് ഏത് ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്? ഈ വെളുത്ത ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗം എത്ര എന്ന് ചോദിച്ചാൽ വലുതിൻ്റെ എത്ര ഭാഗം?
3/4 ഭാഗം. നോക്ക് 3 ഭാഗങ്ങളെ നമുക്ക് മതി, ഒരു ഭാഗം കളയണം. അപ്പോൾ മൊത്തത്തിൽ എത്ര വരും? വലിയ ത്രികോണത്തിൻ്റെ എത്ര ഭാഗം? 3/3 ഭാഗമാണ് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുത്തത് നടുക്കത്തെ ഭാഗം കളഞ്ഞു. ഓക്കെ ആണ്. അപ്പൊ തൊട്ട് മുന്നേ പഠിച്ച അതേ ഐഡിയയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആദ്യ ചിത്രത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ് രണ്ടാമത്തെ ചിത്രം? 3/4 ഭാഗമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വാചകം ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ചിത്രത്തിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രം എത്ര ഭാഗമേ ഉള്ളൂ? വലിയ ചിത്രത്തിൻ്റെ 3/4 ഭാഗമേ ഉള്ളൂ. നോക്ക്, കേക്ക് മുറിക്കുന്ന നമുക്ക് ചിന്തിച്ചാൽ മതി. ഇവിടെ 3 കഷ്ണം നമ്മൾ ഇഞ്ഞെടുത്തു, ഒരു കഷ്ണം കളഞ്ഞു, അതുകൊണ്ട് 3/4. അങ്ങനെയാണെങ്കിൽ ഇതാ രണ്ടാമത്തെ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ദാ ഈ ഒരൊറ്റ കഷ്ണത്തിനെ തന്നെ പിന്നെ അവർ എത്ര പാർട്സ് ആക്കി? 4 പാർട്സ് ആക്കി. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഭാഗം നിങ്ങൾക്ക് ഹോളോ ആയിട്ട് കാണാം. ദാ ഇവിടെ കുറച്ച് ഭാഗം ഇവിടെ ഇല്ലല്ലോ, അവിടെയും നമ്മൾ എത്ര കഷ്ണം ആക്കണമായിരുന്നു? 4 ആക്കാം അല്ലേ? ഇതാ ഈ ഭാഗത്തിനെ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, അതിനെ ഞാനൊന്ന് 4 കഷ്ണമാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു കഥ കിട്ടും. ഓക്കെയാണ്. 4 കഷ്ണം ആക്കണമെങ്കിൽ ഇതാണ്ട് ഇതും മിഡ് പോയിന്റ്, ഇവിടെയും മിഡ് പോയിന്റ് കിട്ടും. ആ മിഡ് പോയിന്റ് ഇവിടെയും മിഡ് പോയിന്റ്, അവ ചേർത്തുകൊണ്ട് ഇതാണ്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ കറക്റ്റ് ആവും. എന്ന് പറയുമ്പോൾ ആ വലിയ ത്രികോണമില്ലായിരുന്നു, അതാ ഈ വലിയ ത്രികോണത്തിനെ ആദ്യമേ 4 എണ്ണം ആക്കി. ആ 4 എണ്ണത്തിനെ പിന്നെയും എത്ര എണ്ണമാക്കി? 4 എണ്ണമാക്കി. എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എത്ര കഷ്ണമുണ്ട്? എത്ര തുല്യ കഷ്ണമുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എണ്ണി നോക്കാം എത്ര എണ്ണം ഉണ്ടോ. നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, ഇതിനെ 4 എണ്ണം ആക്കുമ്പോൾ 4, 8, 12, 16 കഷ്ണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര ത്രികോണങ്ങളുണ്ട്? കുഞ്ഞിതായിട്ടുള്ള എത്ര ത്രികോണമുണ്ട്? 16 എണ്ണം. എന്തുകൊണ്ടാണ്? ഇതിനെ 4 കഷ്ണമാക്കി, ഇതിനെ 4 കഷ്ണമാക്കി, ഇതിനെ 4 കഷ്ണമാക്കി, ഇതിനെ 4 കഷ്ണമാക്കി, മൊത്തത്തിൽ 16 കഷ്ണമുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് വേണ്ടല്ലോ, അതാണ്ട് ഈ വെളുത്ത ഭാഗങ്ങൾ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളാണ്, അത് എണ്ണിയാൽ മതി. അപ്പോൾ നോക്ക്, 1, 2, 3, 4, 5, 6, 7. 7 എണ്ണം നമ്മൾ എടുത്തിട്ടില്ല. 7 എണ്ണം എടുത്തിട്ടില്ലെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 9 എണ്ണം. അപ്പോൾ 9/16 ആണ് ഈ ചുമന്നതായിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗം. അത് നമുക്ക് വേണ്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ആദ്യ ചിത്രത്തിനെ വെച്ച് നോക്കുമ്പോൾ ആദ്യ ചിത്രത്തിൻ്റെ എത്ര ഭാഗം ഏരിയ നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ചിത്രത്തിലേക്ക്? 9/16 എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമാണ് ഈ ചോദ്യം. അപ്പോൾ എന്ത് എഴുതി വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ദാ ഈ കാര്യങ്ങൾ എഴുതി വെച്ചേക്കുക. ഇത്രയേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വലിയ ചിത്രത്തിൻ്റെ എത്ര ഭാഗമാണ്? 9/16 ഭാഗം മാത്രമേ ഉള്ളൂ. ആ ചുമന്നതായിട്ട് എടുക്കുന്ന പേപ്പറിൻ്റെ ഭാഗങ്ങൾ, മറ്റു ഭാഗങ്ങൾ നമുക്ക് വേണ്ട. അതുകൊണ്ട് 9/16 മാത്രമാണ് എടുത്തേക്കുന്നത് ഈ വലിയ ചിത്രത്തിൻ്റെ. ഓക്കെയാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പറിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. മക്കളെ, തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. പ്രൂവ് ദാറ്റ് ആണ്. അപ്പോൾ എന്തുവാ ഈ വരച്ചിരിക്കുന്ന ത്രികോണം? എന്ത് ത്രികോണമാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം. മലയാളം ക്വസ്റ്റ്യൻ കൊടുത്തിട്ടില്ല, ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കണേ ഒന്ന്. അപ്പോൾ എന്തെന്ന് പറഞ്ഞു? മട്ട ത്രികോണം. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര? 90 കിട്ടി. എന്തുകൊണ്ടാ? റൈറ്റ് ട്രയാങ്കിൾ. അവിടെ 90, ഇവിടെ 90. ഓക്കെ. എന്നിട്ട് എന്തുവാ പറഞ്ഞേക്കുന്നത്? ദാ ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എല്ലാം എന്താണ്? മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദു ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ തെളിയിക്കാൻ പറഞ്ഞത്? ഈ പച്ച കളറിലിരിക്കുന്ന ആ ഒരു ഫിഗർ എന്താണെന്ന് തെളിയിക്കണം. ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, എന്തുവാ ചതുരത്തിൻ്റെ പ്രത്യേകത? ചതുരമാവണമെങ്കിൽ ഈ സൈഡും എന്തായിരിക്കണം? ഈക്വൽ. അതോടൊപ്പം ഈ സൈഡും എന്തായിരിക്കണം? ഈക്വൽ. അതോടൊപ്പം ഇവിടുത്തെ ആംഗിളുകളെല്ലാം എന്തുമായിരിക്കണം? 90. അത്രേ ഉള്ളല്ലോ. ഒരു ചതുരമാണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ ഈ സൈഡും ഈക്വൽ ആക്കുക, ഈ സൈഡും ഈക്വൽ ആക്കുക. അതോടൊപ്പം ഇതിൻ്റെ ഇടയിലെല്ലാം 90 ഡിഗ്രി. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഓക്കെ ആവും. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു, ഒരു 90 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എന്തുകൊണ്ട്? റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പം നമുക്ക് പ്രൂഫിലേക്ക് പോകാം. മക്കളെല്ലാവരും ആ പഴയ സംഭവം ഒന്ന് ഓർത്തിട്ട് വന്നാണ്. ഇതെന്തുവായിരുന്നു? ഇതും മിഡ് പോയിന്റ്, അവ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് ഇതിനെന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇതിൻ്റെ പകുതിയായിരിക്കും ഈ ലൈൻ. ഓർമ്മയുണ്ടേ? അത് വെച്ചിട്ട് ദാ ഇവിടേക്ക് വാ. ദാ ഇത് മിഡ് പോയിന്റ് അല്ലേ? യെസ്, ഇതും മിഡ് പോയിന്റ് അല്ലേ? അപ്പോൾ അവ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ DE ആണ്. DE എന്ന് പറഞ്ഞ വര ഏതിന് പാരലൽ ആയിരിക്കും? BCക്ക് പാരലൽ ആയിരിക്കും. സംശയമുണ്ടോ? എന്നിട്ട് BCയുടെ പകുതിയായിരിക്കും DE. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാം ഏതാണ്? ട്രയാങ്കിൾ ABCയിൽ നമുക്ക് എന്തു പറയാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, D എന്ന് പറയുന്നതും E എന്ന് പറയുന്നതും എന്താണ്? മിഡ് പോയിന്റ് ആണ്. Dയും Eയും എന്താണ്? D ആൻഡ് E. Dയും Eയും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്. ആർ മിഡ് പോയിന്റ്സ്. Dയും Eയും എന്തായിരുന്നു?
ഡിയും ഇയും എന്തായിരുന്നു എന്ന് നോക്കിക്കോണം. ഡിയും ഇയും ആർ മിഡ് പോയിന്റ്സ് ആണ് കേട്ടോ. ആർ മിഡ് പോയിന്റ്സ്, അവരെന്താണ് മധ്യബിന്ദുവാണ്. നോക്ക്, ഇതും എന്താണ് നടുക്കത്തെ മിഡ് പോയിന്റ്. അപ്പോൾ അവർ ചേർത്ത് വരച്ച ഡി ഇ എന്ന് പറയുന്നത് എന്തിന് പാരലായിരിക്കും? ബി സിക്ക്. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ചതാണ്. അപ്പോൾ ഡി ഇ ഈസ് പാരലൽ ടു ബി സി, സംശയം യാതൊന്നും ഇല്ല. അതോടൊപ്പം നിങ്ങൾക്ക് പറയാം ഈ ബി സി എന്ന് പറയുന്ന നീളത്തിൻ്റെ പകുതിയാണ് ആര്? ഡി ഇ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ബി സി എന്ന് എഴുതിക്കൂടെ? സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഹാഫ് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ അതാരാണ്? ബി എഫ് ആയിരിക്കത്തില്ലേ? നോക്ക്, ഈ ഹാഫ് ഓഫ് ബി സിക്ക് പകരം എനിക്ക് ബി എഫ് എന്ന് എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ടോ? ഹാഫ് ഓഫ് ബി സി കണ്ടോ? ഹാഫ് ഓഫ് ബി സി എന്ന് പറഞ്ഞാൽ ആരാണ്? ബി എഫ് ആയിക്കൂടെ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ഇ ഈസ് ഈക്വൽ ടു ബി എഫ് എന്ന് എഴുതാൻ സാധിച്ചു. മക്കളെ, ആദ്യത്തെ കടമ്പ കഴിഞ്ഞില്ലയോ? നമ്മുടെ റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ ഈ സൈഡ് ഏത് സൈഡിന് ഈക്വൽ ആയിരിക്കണം? ഡി ഇ. അത് ഇവിടെ കിട്ടിയില്ലയോ? കഴിഞ്ഞു. ഇനി തിരിച്ചും പറയാൻ പറ്റും. ട്രയാങ്കിൾ ഏത്? ഇങ്ങനെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ പോയിന്റ് ഈക്വൽ ആണെന്ന് നോക്കുക. ഇ എന്ന് പറയുന്നതും എഫ് എന്ന് പറയുന്നതും എന്താണ്? മിഡ് പോയിന്റ് ആണ്. നിങ്ങൾ പറ, ഇ ആൻഡ് എഫ് ആർ മിഡ് പോയിന്റ്സ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇയും എഫും എന്തോന്നാണ്? മിഡ് പോയിന്റ്സ് ആണ്. ഡൗട്ട് ഉണ്ടോ? ഇയും എഫും മിഡ് പോയിന്റാ. അവ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് എ ബിക്ക് എന്തുമായിരിക്കും? പാരലായിരിക്കും. എ ബിക്ക് പാരലായിരിക്കും. ഇപ്പോൾ എ ബി ഈസ് പാരലൽ ടു ഇ എഫ്. ഡൗട്ട് ഒന്നും വേണ്ട, ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. ഇയും എഫ് മിഡ് പോയിന്റ്, അവ ചേർത്ത് ഇങ്ങനെ വര വരച്ചാൽ അത് ഇതിന് പാരലായിരിക്കും. അതോടൊപ്പം ഇ എഫ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആയിരിക്കും. സംശയമില്ലല്ലോ, നമ്മൾ ഇവിടെ പഠിച്ചതാണ്. അതാണ്ട് ഇവിടെയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഹാഫ് ഓഫ് എ ബി ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് പറയാം ഇ എഫ് എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയായിരിക്കും. എ ബിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ആരാകാം? ഡി ബി ആയിക്കൂടെ? യെസ്. അതുകൊണ്ട് നമുക്ക് എഴുതാം ഡി ബി ഈസ് ഈക്വൽ ടു ഇ എഫ് എന്ന് എഴുതാം. അപ്പോൾ രണ്ട് കാര്യങ്ങളും കിട്ടി അല്ലേ? നോക്ക്, ഇവിടെ പാരൽ എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ഇവിടെ നോട്ടെ, എ ബി പാരൽ ടു ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്തോ? ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ എന്ത് തന്നെയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? പാരൽ, കൂട്ടിമുട്ടാതെ പോകണമെങ്കിൽ നോക്കി ഈ വരി വെച്ചിട്ട് ചിന്തിച്ചു നോക്ക്. എ ബി പാരൽ ടു ഇ എഫ്. എ ബിയുടെ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90. അങ്ങനെയാണ് ഇവിടെ എത്ര തന്നെ? 90 തന്നെ, നോ ഡൗട്ട്. അതാണ് ഇതാ ഇവിടെയും പറഞ്ഞു ഡി ഇ പാരൽ ടു ബി സി ആണ്. ഡി ഇ എന്ന് പറയുന്നത് പാരൽ ടു ബി സി ആണ്. അപ്പോൾ അവിടെയും കറക്റ്റ് ഡിഗ്രിയാണ് പിടിച്ചേക്കുന്നത്. അതാണ് ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ എന്ത് തന്നെ? 90. എന്തുകൊണ്ടാണ്? ഡി ഇ പാരൽ ടു ബി സി ആണ്. അപ്പോൾ ഇവിടെ 90 ഉണ്ടായതുകൊണ്ട് ഇവിടെ എന്ത് തന്നെ? 90. അതും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് ഈ രണ്ട് പോയിന്റ്സും എഴുതിയിട്ടുണ്ട്. ഈ ഡി ഇ ഈസ് ഈക്വൽ ടു ബി എഫുമാണ്, ഡി ബി ഈസ് ഈക്വൽ ടു ഇ എഫ് ആണ്. കണ്ടോ, ഡി ഇ ബി എഫിന് ഈക്വലായി. അതാണ് ഡി ബി എന്ന് പറഞ്ഞാൽ ഇ എഫിനും ഈക്വലായി. ഇത് ഇത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തെഴുതി വയ്ക്കാം? ഡി ബി എഫ് ഇ എന്ന് പറയുന്നത് ഈസ് എന്തെന്ന് എഴുതാം? റെക്റ്റാങ്കിൾ എന്ന് എഴുതി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെൻസ് പ്രൂവ്ഡ്. നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിനുള്ള എല്ലാ കണ്ടീഷനും നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഇത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഈ പച്ച കളറിലുള്ള ഭാഗം എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്തോ? ആ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതോടൊപ്പം ചതുരത്തിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഈ രണ്ട് ഏരിയയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മുടെ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അളവുകൾ വേണമല്ലോ. അപ്പോൾ അളവില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബി സിയുടെ അളവിനെ ഞാൻ എടുക്കുന്നു. ബി സി ഈസ് ഈക്വൽ ടു 2x. അപ്പോൾ ബി സിയുടെ നീളം എന്തെന്ന് എടുക്കുന്നു? 2x. ബി സിയുടെ നീളം എന്തെന്ന് എടുത്തു? 2x. അതാണ് എ ബിയുടെ നീളവും ഞാൻ എടുക്കുന്നു. എ ബിയുടെ നീളത്തിനെ ഞാൻ 2y എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് 2 എന്ന് എടുക്കാനുള്ള കാരണം എല്ലാവരും ചോദിക്കും, എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ആ വലിയ ത്രികോണത്തിൻ്റെ ഏരിയ എന്തുവാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ നമുക്ക് സിമ്പിൾ ഇട്ട് എഴുതിയാൽ മതി. ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യേണ്ടത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അല്ലെങ്കിൽ ഇവിടെ ഇത് 90 ഡിഗ്രി മട്ട ത്രികോണമാണെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് തമ്മിൽ ഗുണിച്ചാൽ മതി. എ ബിയും ബി സിയും കൂടെ ഗുണിച്ചാൽ മതി. ഹാഫ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് എന്ന് ചിന്തിക്കേണ്ട, പെർപെൻഡിക്കുലർ സൈഡ് ഞാനത് എഴുതാഞ്ഞതാണ്. അപ്പം എന്തെന്ന് എഴുതാം? ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ബി ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബി സി എത്ര? 2x.
എ ബി എത്ര 2y ഗുണിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മക്കളെ? എത്ര കിട്ടും? നിങ്ങളൊന്ന് നോക്കിയാണ് നമുക്കിതൊന്ന് മേപ്പോട്ടാക്കിയിട്ട് എഴുതി കാണിച്ചു തരാം, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു നോക്കുക, 2 കൂടെ ഗുണിച്ചാൽ 4xy എന്ന് കിട്ടും. ഇവിടെ വെച്ച് നോക്കുക, ഈ 4xy 2 കൂടെ വെട്ടി 2xy. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു 2xy ആണ് എന്ത്? ആ ത്രികോണത്തിൻ്റെ എന്ത്? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എത്ര വന്നു? 2xy. എത്ര വന്നു പരപ്പളവ്? 2xy. ആരുടെ അപ്പം നമ്മൾ കണ്ടുപിടിച്ച? ത്രികോണത്തിൻ്റെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ മക്കളെ. നോക്കടാ, എ ബി എന്ന് പറയുന്നതും ഇ എഫ് എന്നൊക്കെ പറയുന്ന മിഡ് പോയിന്റുകളല്ലേ? അപ്പോൾ ഇത് മിഡ് പോയിന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഈ നീളം എത്ര കിട്ടും? ഇത് ടോട്ടൽ 2y ആ. ഈ ടോട്ടൽ നീളം 2y ആണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആയാൽ ഡി ബിയുടെ നീളം എത്ര വരും? വെറും y. ഡി ബിയുടെ നീളം എത്ര വരും? y എന്ന് കിട്ടും. സംശയമില്ലല്ലോ. അത് കണക്ക് ഈ ടോട്ടൽ നീളം എത്ര? 2x ആ. ഈ എഫ് എന്ന് പറയുന്നത് മിഡ് പോയിന്റാ. അങ്ങനെയാണെങ്കിൽ ബി എഫ് എത്ര കിട്ടും? 2xന്റെ പകുതി. മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് എക്സ് ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. അങ്ങനാണെങ്കിൽ നിങ്ങൾ പറ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഏത് റെക്റ്റാങ്കിൾ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഏത് റെക്റ്റാങ്കിൾ? പേരൊന്ന് പറയാം. ബി എഫ് ഇ ഡി റെക്റ്റാങ്കിൾ ബി എഫ് ഇ ഡി. ബി എഫ് ഇ ഡിയുടെ ഏരിയ എന്താ കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ നീളം എന്ന് പറയുന്നത് ബി എഫ് ഇൻറ്റു ഡി സി എന്ന് എഴുതാം. ബി എഫ് ഇൻറ്റു ഡി സി എന്ന് എഴുതിക്കൂടെ? ബി എഫ് ഇൻറ്റു ഡി സി അല്ലല്ലോ, സോറി, ഡി ബി. ബി എഫ് ഇൻറ്റു ഡി ബി എന്ന് എഴുതാം. കാണുന്നുണ്ടല്ലോ. ബി എഫ് ഏതാ? ബി എഫ് എന്ന് ഈ നീളം, ഇത് ഡി ബി. ഓക്കെയാണ്. നീളവും വീതിയും കൂടെ ഗുണിക്കുക. ബി എഫ് ഇൻറ്റു ഡി ബി എന്ന് പറയുമ്പോൾ ബി എഫ് എത്ര? എക്സ്. മറ്റവനാരാ? വൈ. എന്ന് പറയുമ്പോൾ ഏരിയ എത്ര? എക്സ് വൈ. അപ്പോൾ നമ്മുടെ ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് വന്നു? എക്സ് വൈ. മറ്റേൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2xy. അപ്പം പറ, ചതുരത്തിൻ്റെ ഏരിയയുടെ ഡബിൾ ആണ് ത്രികോണത്തിൻ്റെ ഏരിയ. ചതുരത്തിൻ്റെ ഏരിയ XY, അതിൻ്റെ ഡബിൾ ആണ് ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റി? ഇപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നതിൻ്റെ എന്താണ്? എത്രയാണ് റെക്റ്റാങ്കിൾ ഏരിയ? 2 ടൈംസ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ 2 മടങ്ങാണ് ആരുടെ ഏരിയ? ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആവുന്നുണ്ടല്ലോ അല്ലേ? ഷെയർ ചെയ്യാൻ മറക്കുക. നിങ്ങൾ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു വീഡിയോ വന്നിട്ടുണ്ട്, കാണുക മക്കളെ. നന്നായിട്ട് എല്ലാവരും നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓണത്തിന് അടിപൊളിയായിട്ട് നിങ്ങൾ മാർക്ക് മേടിച്ചോണം. പ്രൂഫ് കാരണം പേടിക്കേണ്ട ആവശ്യം ഇല്ല. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ് ചോദ്യം? മലയാളം ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വയ്ക്കുക. ഇൻ 2 പിക്ചേഴ്സ് ബിലോ, 2 ചിത്രങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ ഷോസ്, ഇതെന്ന് പറയുന്നത് 2 ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദ എൻഡ് ഓഫ് എ ലൈൻ. എടാ മക്കളുമാരെ, ഈ ഒരു വര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി. ഈ ഒരു ചുമന്ന വര, ഞാൻ ഇപ്പം വരച്ചേക്കുന്ന വര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വരയുടെ 2 അറ്റത്ത് നിന്നും ചേർത്തൊരു ത്രികോണം ഉണ്ടാക്കി. അതോടൊപ്പം ഈ വരയുടെ അറ്റത്ത് നിന്ന് ചേർത്ത് 2 ത്രികോണങ്ങൾ ഉണ്ടാക്കി എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടം വരെ. ദ ഫസ്റ്റ് വൺ ഷോസ് 2 ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ജോയിനിങ് ഓഫ് ദ എൻഡ് ഓഫ് ദ ലൈൻ ടു 2 പോയിന്റ് എബവ് ഇറ്റ്. കണ്ടോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ലൈനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ലൈനിൻ്റെ 2 അറ്റത്തും ചേർത്ത് ഇതാ ഇവിടെയും ഒരു ത്രികോണം ഉണ്ടാക്കി, മറ്റൊരു ത്രികോണവും ഉണ്ടാക്കി. അതാണ് ഈ ചിത്രം. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സെറ്റായേ? ഓക്കെയാണ്. ഇനി അടുത്തതായി പറഞ്ഞേക്കുന്നത് സെക്കൻഡ് വൺ, രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ഈ ആദ്യമായിട്ട് ഈ ഒരു വര ഉണ്ടായിരുന്നു, അവ ചേർത്തുകൊണ്ടൊരു ത്രികോണങ്ങൾ ഉണ്ടാക്കി. ആ ത്രികോണങ്ങളുടെ ഇങ്ങനെ ത്രികോണം ഉണ്ടായി, 2 ത്രികോണങ്ങൾ ഉണ്ടാക്കി, 2 ട്രയാങ്കിൾ ഉണ്ടാക്കി. ആ ത്രികോണങ്ങളുടെ ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ഇത്. ഈ സൈഡിൻ്റെ മധ്യബിന്ദുവാണിത്. അപ്പം ഈ കൊടുത്തിരിക്കുന്നതെല്ലാം എന്ത് പോയിന്റ്സ് ആണ് മക്കളെ? ഈ കൊടുത്തിരിക്കുന്നതെല്ലാം മിഡ് പോയിന്റുകളാണ്. അപ്പം ആ മിഡ് പോയിന്റ് ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം വന്നു. 4 സൈഡ് ഉണ്ടെങ്കിൽ ഈ പച്ച കളർ ഇരിക്കുന്ന ചിത്രത്തിൻ്റെ പേരെന്തുവാ? 4 സൈഡ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുമെന്ന് നമ്മൾ പണ്ടേ പഠിച്ചതാ. മലയാളത്തിൽ ആ ചിത്രത്തിനെ ചതുർഭുജം എന്ന് വിളിക്കും. ഓക്കെയാണ്. അപ്പോൾ ഈ പച്ച കളറിൽ അടിച്ചിരിക്കുന്ന 4 സൈഡ് ഉണ്ട്. മിഡ് പോയിന്റ് ചേർത്ത് വരച്ചതാണ് ഈ പച്ച കളറിൽ കാണുന്ന ഭാഗം അല്ലെങ്കിൽ ആ ചിത്രം. 4 സൈഡ് ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ചതുർഭുജം അല്ലെങ്കിൽ
ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററൽ അല്ല എന്താണെന്ന് തെളിയിക്കണം. ക്വാഡ്രിലാറ്ററൽ അവിടെ ഇരിക്കട്ടെ, ഇത് ക്വാഡ്രിലാറ്ററൽ എന്നറിയാം, 4 സൈഡ് ഉണ്ടെങ്കിൽ ക്വാഡ്രിലാറ്ററല. ഇത് എന്താണെന്ന് തെളിയിക്കണം. ഈ കൊടുത്തിരിക്കുന്നത് പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികമാണെന്ന് തെളിയിക്കണം. എന്താണെന്ന് തെളിയിക്കണം? സാമാന്തരികം, പാരലലോഗ്രാം. എന്താ പാരലലോഗ്രത്തിന്റെ പ്രത്യേകത? ഈ സൈഡും എന്താണെന്ന് തെളിയിക്കണം? പാരലൽ അല്ലെങ്കിൽ സമാന്തരം. അതോടൊപ്പം ഈ സൈഡിന്റെ നീളവും ഈ സൈഡിന്റെ നീളവും എന്താണ്? ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ ഈ പടം എന്താണെന്നായി? പാരലലോഗ്രാം എന്നായി മാറും. സെറ്റാണ്. അപ്പോൾ എങ്ങനെയാ പാരലോഗ്രാം ആവണ്ടേ? ഇത് പാരലോഗ്രാം ആവണമെങ്കിൽ ഈ സൈഡിന്റെ നീളവും ഈ സൈഡിന്റെ നീളവും എന്താണ്? ഈക്വൽ ആയിരിക്കണം. അതോടൊപ്പം ഈ സൈഡും പാരലൽ ആണെന്ന് തെളിയിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പം പഴയ ആ ഒരു ഐഡിയ വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലല്ല. ഹാഫ്, താഴത്തെ നീളത്തിന്റെ പകുതിയായിരിക്കും ഇത് എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ആ ഒരു മിഡ് സെക്ഷൻ പഠിച്ച ഭാഗം മറക്കാതെ ഇതിൽ ഉപയോഗിക്കുക, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അപ്പം നിങ്ങൾക്കറിയാം ഇത് ക്വാഡ്രിലാറ്ററൽ, ഇത് ചതുർഭുജമാണ്, മീൻസ് 4 സൈഡ് ഉണ്ട്. പക്ഷേ ഇത് എന്താണ് നമുക്ക് തെളിയിക്കേണ്ട? പാരലോഗ്രാം ആണെന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് തെളിയിക്കണമെന്ന് ഞാൻ ഈ അക്ഷരങ്ങളിലൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. PQ = SR എന്ന് കണ്ടുപിടിക്കണം. അതോടൊപ്പം PQ എന്ന് പറയുന്നത് പാരലൽ ടു SR എന്ന് പറയണം. കണ്ടോ, ഈ 2 സാധനങ്ങൾ പറഞ്ഞാൽ ഈ പടം എന്തായിട്ട് മാറും? പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികമായിട്ട് മാറുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാ ത്രികോണം വെച്ചിട്ടൊന്ന് പറ മക്കളെ. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത് ത്രികോണമാണ് അല്ലേ? ഇതൊരു ട്രയാങ്കിൾ ആണ്, അതും ട്രയാങ്കിൾ ആണ്. ഈ താഴെ അടിക്കും ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ട്രയാങ്കിൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. ആ ട്രയാങ്കിളിൻ്റെ പേരെന്ന് പറഞ്ഞാണ് ട്രയാങ്കിൾ OBC. കണ്ടോ എല്ലാവരും ട്രയാങ്കിൾ OBC കണ്ടോ? OBCയുടെ നടുക്കൂടെ മുറിച്ചിട്ടുണ്ട്. ഇത് മിഡ് പോയിന്റ് ചേർത്ത് PQ വരച്ചിട്ടുണ്ടെങ്കിൽ അത് BCക്ക് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ OBC നമുക്കറിയാം P ആൻഡ് Q എന്ന് പറയുന്നത് ആർ മിഡ് പോയിന്റ്. സംശയമുണ്ടോ? അത് മിഡ് പോയിന്റ്സ് അല്ലേ? പിയും ക്യൂവും മിഡ് പോയിന്റ് ആണ്. നോക്ക്, ഈ പിയും ക്യൂവും മിഡ് പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അവ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഈ BCക്ക് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, PQ ഈസ് പാരലൽ ടു BC. സംശയമൊന്നും നമുക്കില്ല. അതോടൊപ്പം ഈ സൈഡിൻ്റെ പകുതി ആയിരിക്കും ഇത് എന്ന് പറയുമ്പോൾ PQ = BCയുടെ പകുതി ആയിരിക്കും. ഇത് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റില്ലേ? പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ ഒരുവിധം ശരിയാക്കാൻ നമുക്കിപ്പോൾ പറ്റും. അതോടൊപ്പം മറ്റൊരു ട്രയാങ്കിൾ ഞാനൊന്ന് കൺസിഡർ ചെയ്യാം. ഏത് ട്രയാങ്കിളാണ്? വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ കിട്ടുമോ? യെസ്, വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്കറിയാം എസ് മാറും. എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ABC എടുക്കുന്നു. ട്രയാങ്കിൾ ABCയിൽ നിങ്ങൾക്കറിയാം എസ് ആൻഡ് RR, എസ് മാറും. എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്, മധ്യബിന്ദുക്കളാണ്. എസ് മാറും. എന്താണ്? മിഡ് പോയിന്റ്സ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പറ, SR എന്ന് പറയുന്നത് പാരലൽ ടു ആരാണ്? BC അല്ലേ? SR എന്ന് പറയുന്നത് പാരലൽ ടു BC അല്ലേ? SR BCക്ക് പാരലൽ അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് എഴുതാം SR ഈസ് പാരലൽ ടു BC. കണ്ടല്ലോ, എന്തുകൊണ്ടാണ്? എസും ആറും മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് ചേർന്ന് വരയ്ക്കുന്ന വര ത്രികോണത്തിന്റെ മറ്റൊരു വശത്തിന് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് പാരലൽ ടു BC. അതോടൊപ്പം SR എന്ന് പറയുന്ന BCയുടെ പകുതി ആയിരിക്കും. SR = BCയുടെ പകുതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ എല്ലാവരും ഞാൻ കോളമാക്കാൻ പോകുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. SR = BC/2, PQ = BC/2. ഈ രണ്ടിടത്തും ആരൊരുപോലെ ഇരിക്കുന്നു എന്ന് നോക്കടാ. എല്ലാവരും നോക്കടാ, ആരൊരുപോലെ ഇരിക്കുന്നു. ഇവിടെയും BC/2, ഇവിടെയും BC/2. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും. ആ വരി ഞാൻ അപ്പുറത്തോട്ട് എഴുതാം. എന്തെന്ന് എഴുതാം? PQ = SR എന്ന് ധൈര്യമായി എഴുതാം. PQ = SR. അപ്പോൾ നമ്മുടെ പ്രൂഫിൻ്റെ ആദ്യത്തെ ആൾ കിട്ടിയല്ലോ. PQ = SR കിട്ടി. അതോടൊപ്പം നിങ്ങളൊന്ന് നോക്കിയാണ്, PQ പാരലൽ ടു BC ആണ്. PQ ആർക്ക് പാരലാണ്? BCക്ക് പാരലാണ്. അതോടൊപ്പം BC എന്ന് പറയുന്നത് നോക്ക്, ഇവിടെയും BC ഉണ്ട്, ഇവിടെയും BC ഉണ്ട്. അതോടൊപ്പം നിങ്ങൾ നോക്ക്, BC പാരലൽ ടു ആരാണ്? SR ആണ്. അതുകൊണ്ട് നമുക്ക് PQ പാരലൽ ടു SR എന്ന് പറയാൻ പറ്റും. PQ പാരലൽ ടു SR എന്ന് അവിടെ നിന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? ഈ PQRS എന്ന് പറയുന്ന PQRS ഈസ് എന്തെന്ന് എഴുതാം? പാരലലോഗ്രാം അല്ലെങ്കിൽ
സാമാന്തരികം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ആക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ? ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, എന്താണ് സാമാന്തരികം, എന്താണ് പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് പറയുന്നത് രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും. എന്താണ് ഇതും പാരലാണെന്ന് തെളിയിക്കാം. അത് വേണ്ട, നമുക്ക് ഒരെണ്ണം പറഞ്ഞാൽ ഓക്കെ, ഇതും പാരലാണ്. അതോടൊപ്പം എന്തും പറയണം, പാരലാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പാരലോഗ്രത്തിന്റെ എതിർവശങ്ങൾ ഈക്വൽ ആണ്, അതല്ലെങ്കിൽ PQ = SR ആണ്. ഈ രണ്ട് പോയിന്റ് ഞാൻ തെളിയിച്ചപ്പോൾ നമുക്ക് പറയാം ഇതെന്താണ്, പാരലോഗ്രമാണ്. അപ്പോൾ ഈ ചിത്രം എന്താണ്, പാരലോഗ്രാം ആണ്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഈ പാരലോഗ്രാം ആണെന്ന് ഇത് പ്രൂവ് ചെയ്ത സമയത്ത് ചിലർക്കെങ്കിലും ചോദിച്ചാണ്, സാർ ഈ ഒരൊറ്റ ഡയലോഗ് മാത്രമല്ലേ പറഞ്ഞോളൂ, അത് കറക്റ്റ് അല്ലല്ലോ എന്ന്. അല്ലേ, PQ/SRഉം PQ ∥SRഉം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, SPയും RQയും ഈക്വൽ ആണെന്നും പാരലാണെന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് എക്സ്പ്ലനേഷൻ. ബാക്കി കാര്യങ്ങളൂടെ കണ്ടോളൂ മക്കളെ. ഞാൻ ഈ O എന്ന് പറഞ്ഞ വരേതാ OA എന്ന് പറഞ്ഞൊരു വര ക്രിയേറ്റ് ചെയ്തു, കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. OA എന്ന് പറയുന്ന ഒരു വരയും കൂടെ ക്രിയേറ്റ് ചെയ്താൽ, വരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ട്രയാങ്കിൾ, OAB എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കാണാൻ പറ്റും. ട്രയാങ്കിൾ OAB എന്ന ട്രയാങ്കിൾ നിങ്ങൾ കണ്ടല്ലോ. ആ ട്രയാങ്കിളിൽ ഏതാ പാരലൈൻസ് ഏതൊക്കെയാണ്? SPയും OAയും എന്തായിരിക്കും, പാരലായിരിക്കും. SPയും OAയും എന്തായിരിക്കും, പാരലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം SP ഈസ് പാരലൽ ടു OA സംഭവിക്കും. അതോടൊപ്പം ഇതെല്ലാം മിഡ് പോയിന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. SP എന്ന് പറയുന്നത് AOയുടെ പകുതിയായിരിക്കും. SP = ഹാഫ് ഓഫ് OA എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം SP = OA/2, OAയുടെ പകുതി. OA എന്ന് പറഞ്ഞ ഈ സൈഡിൻ്റെ പകുതിയായിരിക്കും SP സെറ്റ്. അത് കണക്ക് മറ്റൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രയാങ്കിൾ ഇപ്പുറത്തുണ്ട്, OCA എന്ന് പറഞ്ഞ ട്രയാങ്കിൾ OCA എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഈ QR എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? AOയ്ക്ക് പാരലാണ്. AO പാരലൽ ടു, AO എന്ന് പറയുന്നത് എന്തിന് പാരലാണ്? QR-ന് പാരലാണ്. അല്ലെങ്കിൽ ഇതും മിഡ് പോയിന്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് QR എന്ന് പറയുന്നത് AOയുടെ പകുതി എന്ന് എഴുതാം. അപ്പോൾ QR എന്ന് പറയുന്നത്, QR-ന്റെ നീളം AOയുടെ പകുതി എന്ന് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. OAയുടെ പകുതി എന്നും AOയുടെ പകുതി എന്ന് എഴുതിയാൽ ഒരാൾ തന്നെയല്ലേ, ഇത് തിരിഞ്ഞിടക്കുന്നേ ഉള്ളേ. ഇത് തന്നെയാണ് OA, AO തന്നെയാണ് OA. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, ഈക്വൽ ആണ്, തെറ്റിദ്ധരിക്കരുത്. അവിടെ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും SP = QR. അടുത്ത പോയിന്റ് കിട്ടി, SPയും QRും ഈക്വൽ ആണ്. ഏതാ SP? SPയും QRും ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോഴും പാരലോഗ്രത്തിന്റെ സൈഡ് ഈക്വൽ ആയേ. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, നോക്ക്, ഇവിടെയും OA ഉണ്ട്, ഇവിടെയും OA ഉണ്ട്. SP പാരലൽ ടു OAയും OA പാരലൽ ടു QRും ആണെങ്കിൽ SP പാരലൽ ടു QR ആയിരിക്കും. SP പാരലൽ ടു QR ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? എന്നോട് പറ, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? PQവിൻ്റെ നീളവും SRന്റെ നീളവും തുല്യമാണ്, പാരലാണ്. SPയുടെ നീളവും QRന്റെ നീളവും തുല്യമാണ്, അതോടൊപ്പം പാരലാണ്. അപ്പോൾ ഇത് പാരലലോഗ്രാം ആണെന്ന് തെളിയിച്ചത് നിങ്ങൾക്ക് ഓക്കെ ആയ. അപ്പോൾ ഇത് പാരലോഗ്രാം ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. പാരലോഗ്രത്തിന് വേണ്ടിയുള്ളതാ ഈ പോയിന്റ്സും, അതോടൊപ്പം തൊട്ട് മുന്നേ ഉള്ള ഈ പോയിന്റ്സും, അല്ലെങ്കിൽ ഇവിടെയുള്ള പോയിന്റ്സും നമുക്കറിയാം. ഇതിലൂടെ നമുക്ക് എന്ത് പറയാം? പാരലോഗ്രാം ആണെന്ന് പറയാം. PQ = SR, PQ പാരലൽ ടു SR. അതാണ് SP = QR, SP പാരലൽ ടു QR. Therefore it is a പാരലലോഗ്രാം. സെറ്റായി. അത് ഓർത്തു വെച്ചേക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി നിങ്ങൾക്കറിയാം, നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്യണം. ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. സബ് ക്വസ്റ്റ്യൻ മീൻസ് ഒന്നാമത്തെ കേസ് പറയണം. എന്താണ് ആ കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കൊടുത്തിരിക്കുന്ന ഈ പച്ചക്കളറിലുള്ള ഈ 4 വശമുള്ള ഈ ചിത്രം റോംബസ് ആകുന്നത് എപ്പോഴെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികമാകുന്നത് എപ്പോൾ? ഈ PQRS റോംബസ് ആകുന്നത് എപ്പോൾ, അല്ലെങ്കിൽ സമഭുജ സാമാന്തരികമാകുന്നത് എപ്പോഴെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാരലലോഗ്രാം പോലെ തന്നെയാണ് രൂപം, പക്ഷേ അടുത്തടുത്ത് വരുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കണം. മീൻസ് ഒരു സ്ക്വയർ പോലെ ഈ സൈഡും ഈക്വൽ ആണെങ്കിലാണ് അത് റോംബസ് ആയി മാറുന്നത്. അപ്പോൾ SP യുടെ നീളവും
പി ക്യൂവിൻ്റെ നീളവും ഒരുപോലെ എന്ന് തെളിയിച്ചാൽ ഇതെന്തായി മാറും? ഇതൊരു റോംബസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതാവുന്നത് എപ്പോൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾ ഈ ഒയും എയും കൂടെ ഇങ്ങനെ യോജിപ്പിക്കണം. ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പല ട്രയാങ്കിളുകൾ കിട്ടും. അപ്പോൾ ഇത് സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് ആവണമെങ്കിൽ എന്താ പ്രത്യേകത? എസ് പി പി ക്യൂന് ഈക്വൽ ആണ്. അപ്പോൾ എസ് പി പി ക്യൂന് ഈക്വൽ ആവണമെങ്കിൽ, എസ് പിയും പി ക്യൂയും ഈക്വൽ ആവണമെങ്കിൽ എസ് പി എന്ന് പറഞ്ഞ സൈഡ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്? എഒ അല്ലേ? എഒയുടെ പകുതിയാണ് എസ് പി. നേരത്തെ തെളിയിച്ചതാ. അതാണ് ഈ പി ക്യു എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ് എന്ന് പറയുമ്പോൾ ഇത് ഈക്വൽ ആവണമെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഓർക്കുക, എഒ എന്ന് പറഞ്ഞ സൈഡ് ബി സിക്ക് ഈക്വൽ ആവണം. എഒയുടെ നീളവും ബി സിയുടെ നീളവും ഈക്വൽ ആയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എഒയുടെ പകുതിയാണ് എസ് പി, അതാണെങ്കിൽ ബി സിയുടെ പകുതിയാണ് പി ക്യു. അപ്പോൾ അത് രണ്ടും എന്തായിട്ട് മാറും? ഈക്വലായി മാറും. അപ്പോൾ എഒ ഈസ് ഈക്വൽ ടു ബി സി ആകുമ്പോൾ എസ് പി ഈസ് ഈക്വൽ ടു പി ക്യു ആയിട്ട് സ്വാഭാവികമായി മാറും. എന്തുകൊണ്ടാണ്? എഒയുടെ പകുതിയാണ് എസ് പി, ബി സിയുടെ പകുതിയാണ് പി ക്യു. എന്താ കാര്യം? ഇതെല്ലാം മിഡ് പോയിന്റുകളാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എസ് പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഹാഫ് എഒ ആണ് അല്ലേ? നമുക്കറിയാം, അല്ലാണ്ട് ഹാഫ് എഒ ആണ് എസ് പി എന്ന് പറയുന്നത്. അതെനിക്ക് ഹാഫ് ബി സി ആണ് പി ക്യു. പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ബി സി ആണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ, എഒയും ബി സി എന്തോന്നാണ്? ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എസ് പി ഈസ് ഈക്വൽ ടു പി ക്യു എന്ന് എഴുതാം. ഇങ്ങനെ കണ്ടീഷൻ വരണമെങ്കിൽ എന്താ പ്രത്യേകത? എഒ എന്ന് പറയുന്നത് ബി സിക്ക് തുല്യമാവണം. അപ്പോൾ എഒ ബി സിക്ക് ഈക്വൽ ആവുമ്പോൾ ഈ പറയുന്ന ചിത്രം എന്തായി മാറും? റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികമായി മാറും. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഒരുപോലെ വന്നാൽ അത് എന്തായി മാറും? റോംബസ്. അഡ്ജസൻറ്റ് സൈഡ് മീൻസ് എസ് പിയും പി ക്യൂവും ഈക്വൽ, അപ്പം അത് റോംബസ് ആയി. എപ്പോഴാണ് ഇങ്ങനെ കണ്ടീഷൻ വരുമ്പോഴാണ് അങ്ങനെ റോംബസ് ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ അവർ ചോദിച്ചേക്കുന്നത് എപ്പോഴാണ് ഈ എസ് പി ക്യു ആർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആവുന്നത്? എന്തുവാ? റെക്റ്റാങ്കിളിൻ്റെ ഇത് റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ എന്തോ മക്കളെ പ്രത്യേകത? ഇവിടെ 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി, അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത എന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ എസ് പിയും പി ക്യൂവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എസ് പിയും പി ക്യൂവും തമ്മിൽ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട സൈഡ് ഏതൊക്കെയാണ്? എഒയും ബി സിയും ആയിരിക്കണം. അപ്പോൾ എഒയും ബി സിയും തമ്മിൽ റിലേഷൻ, എഒയും എസ് പിയും റിലേറ്റഡ് ആണ്, ബി സിയും പി ക്യൂവുമാണ് റിലേറ്റഡ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എഒ പെർപെൻഡിക്കുലർ ടു ബി സി വന്നാൽ ചിന്തിക്കുക, എഒ എന്ന് പറയുന്ന കൃത്യം ഇതിനിങ്ങനെ നടുക്കോട്ട് വന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാം പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇതും എന്താണ്? ഒരേ പാരലൈനാണ്. ഇതും എന്താണ്? പാരലൈൻ. അപ്പോൾ എഒ നേരെ ഇതിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ 90 ഡിഗ്രിക്ക് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആവുമ്പോൾ പി ക്യു എസ് പിക്ക് എന്തായി മാറിക്കോളും? 90 ഡിഗ്രി ആവും. എന്തുകൊണ്ടാണ്? എഒ പെർപെൻഡിക്കുലർ ടു എസ് പിയും പി ക്യു പാരലൽ ടു ബി സിയുമാണ്. എങ്ങനെയാണ്? ഒന്നുകൂടെ പറഞ്ഞത് തെറ്റിപ്പോയി. എഒ എന്ന് പറയുന്ന പാരലൽ ടു എസ് പിയും അതാണെങ്കിൽ ബി സി എന്ന് പറയുന്ന പാരലൽ ടു പി ക്യുമാണ്. അപ്പോൾ എഒ നേരെ ഇവിടെ 90 ഡിഗ്രി വന്നാൽ ആര്? പി ക്യു എന്ന് പറയുന്ന എസ് പിക്ക് 90 ഡിഗ്രി സംഭവിക്കും. പി ക്യു പെർപെൻഡിക്കുലർ ടു എസ് പി ആകും. അതോടൊപ്പം നിങ്ങൾ കണ്ടീഷൻസ് ഒക്കെ അറിയാം. എസ് പി എന്ന് പറയുന്നത് പാരലൽ ടു എഒ ആണ്, പി ക്യു എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആണ്. അപ്പോൾ ഇങ്ങനെ പാരലൽ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ലൈനിന് ഇതും എന്തായി മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ കണ്ടിന്യൂസ് എഒ പെർപെൻഡിക്കുലർ ടു ബി സി ആകുമ്പോഴാണ് ഇത് എന്തായി മാറുന്നത്? റെക്റ്റാങ്കിൾ ആയിട്ട് മാറുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എപ്പോഴാണ് അത് സ്ക്വയർ ആകുന്നത്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ സൈഡും എന്തായിരിക്കണം? ഈക്വലും ആയിരിക്കണം. അതിൻ്റെ ഇടയിലുള്ള ആംഗിളുകൾ എന്തായിരിക്കണം? 90 ആവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കറിയാം എഒ പി എസിന് പാരലാണ്. നമുക്കിങ്ങനെ എഴുതാം, എഒ പാരലൽ ടു പി എസ് ആണ് നമുക്കറിയാം. പി ക്യു പാരലൽ ടു ബി സി ആണ്, അത് നമുക്കറിയാം. അതോടൊപ്പം ഞാൻ തൊട്ട് മുമ്പേ പഠിപ്പിച്ചു, എഒ എന്ന് പറയുന്നത് ബി സിക്ക് ഈക്വലായാൽ, എഒയും ബി സിയും ഈക്വലായാൽ, എഒയുടെ നീളവും ബി സിയുടെ നീളവും ഈക്വലായ എന്തോ പ്രത്യേകം നിങ്ങൾ ആലോചിച്ച് നോക്കുക. പി എസ് എന്ന് പറയുന്നത് ഹാഫ് എഒ ആണ്, എഒയുടെ പകുതിയാണ് അല്ലേ? പി എസ് എന്ന് പറയുന്നത് എഒയുടെ പകുതിയാണ്, നമുക്കറിയാം. അതിൻ്റെ മിഡ് സെക്ഷനിൽ നിന്ന് വരയ്ക്കുന്നു.
പോയിന്റിൽ നിന്ന് വരയ്ക്കുന്നതുകൊണ്ട് ഈ ത്രികോണം വെച്ചിട്ട് ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് ഇതിൻ്റെ പകുതിയായിരിക്കും മറ്റത്. അപ്പോൾ PS=AO ആണ്, ഹാഫ് ഓഫ് AO. അതാണെങ്കിൽ PQ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC ആണ്, സംശയമില്ലല്ലോ. നമ്മുടെ PQ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് മിഡ് പോയിന്റ് തമ്മിൽ വരച്ച PQ എന്ന് പറയുന്നത് ഈ BCക്ക് എന്തുമായിരിക്കും, പകുതിയായിരിക്കും. ഇതും അറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് AO BCക്ക് ഈക്വൽ ആണെങ്കിൽ AOയും BC ഈക്വൽ ആയി പോയല്ല. അപ്പോൾ എന്ത് ഈക്വൽ ആയിട്ട് മാറും, PS=PQ ആയിട്ട് സ്വാഭാവികമായിട്ട് മാറും. PS PQന് ഈക്വൽ ആയാൽ PS എന്ന് പറയുന്ന ലൈൻ PQന് ഈക്വൽ ആയാൽ അതെന്തായി, സ്ക്വയർ ആയില്ലേ. നോക്കുക, അടുത്തടുത്ത് വരുന്ന സൈഡുകൾ ഈക്വൽ ആയാൽ അത് സ്ക്വയർ ആയി മാറി. അപ്പോൾ ഇത് സ്ക്വയർ ആയി. ഇനിയും ഉണ്ട്, ഈ ഡിഗ്രിയുടെ കാര്യം കൂടെ പറയണം. അതോടൊപ്പം തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു 90 ഡിഗ്രി ഉണ്ടാക്കണമെങ്കിൽ, ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവണമെങ്കിൽ AO എന്ന് പറയുന്ന ലൈൻ BCക്ക് എന്തുമായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. AO പെർപെൻഡിക്കുലർ ടു BC സംഭവിച്ചാൽ, AO എന്ന് പറഞ്ഞ ലൈൻ BCക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്ക് പെർപെൻഡിക്കുലർ ആവും, SP പെർപെൻഡിക്കുലർ ടു PQ ആയിട്ട് മാറും. അപ്പോൾ ഈ കണ്ടീഷനും വെച്ചിട്ട് എന്ത് സംഭവിക്കും, ഈ ചിത്രമായ PQRS ഈ രണ്ട് കണ്ടീഷനിലൂടെയും എന്തായി മാറുന്നു, സ്ക്വയർ ആയിട്ട് മാറുന്നു. അപ്പോൾ സ്ക്വയർ ആയിട്ട് മാറണമെങ്കിൽ AO OB ആവണം, AO പെർപെൻഡിക്കുലർ ടു BCയും ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ചിത്രം എന്തായിട്ട് മാറത്തുള്ളൂ, സ്ക്വയർ ആയിട്ട് മാറുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതേ ചോദ്യത്തിന്റെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, ആ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താ, ഒരു ലൈൻ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കണം. ആ ലൈനിന്റെ മുകളിലേക്കും ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, തിരിച്ച് താഴോട്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബേസ് മോഡൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേ ചിത്രത്തിനകത്ത് റെക്റ്റാങ്കിളും സ്ക്വയറും റോംബസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചിത്രത്തിന് നമുക്കിതാ ഇതുപോലെ വരച്ചെടുക്കാം. ഒരു ലൈൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ ലൈനിൻ്റെ മുകളിലേക്കും ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിൾ വരച്ചു, താഴേക്കും ഞാൻ കുറച്ച് ട്രയാങ്കിളുകൾ വരച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാ ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ഞാൻ ദാ ഇപ്പോൾ കടുപ്പിച്ച് വരയ്ക്കുന്ന എല്ലാം എന്താണ്, മിഡ് പോയിന്റ്സ് ആണെന്ന് മനസ്സിലാക്കുക. എന്തോ ഞാൻ വരച്ചേക്കുന്നത്, മിഡ് പോയിന്റ്സുകൾ ഞാൻ കറുപ്പിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ വരച്ചത്. എന്താണ് ചോദ്യം എന്ന് പറഞ്ഞിരുന്നു ഞാൻ, BC എന്ന് പറഞ്ഞൊരു വരയുണ്ട്, അത് മുകളിലേക്ക് ഒരു ട്രയാങ്കിൾ വരച്ചു, താഴോട്ടൊരു ട്രയാങ്കിൾ വരച്ചാൽ ഈ കിട്ടുന്ന ചിത്രത്തിനകത്ത് കിട്ടുന്ന മിഡ് പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ഈ ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ ആകുമോ എന്നൊരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നു എന്താണ്, Pയും Qയും Rഉം S എന്ന് പറഞ്ഞ പോയിന്റ്സ്. ഏതൊക്കെ, Pയും Qയും Rഉം S എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ട്. P മിഡ് പോയിന്റ് ആണ്, Qയും Rഉം S എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, മിഡ് പോയിന്റുകളാണെന്ന് എടുക്കുന്നു. എന്നിട്ട് ട്രയാങ്കിൾ BAC കണ്ടോ, ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് എന്തെന്ന് എഴുതാം, SR എന്ന് പറയുന്ന ലൈൻ ആർക്ക് പാരലാണ്, BCക്ക് പാരലാണ്. SR എന്ന് പറയുന്ന ലൈൻ BCക്ക് പാരലുമാണ്, BCയുടെ പകുതിയാണ് SR എന്ന് എഴുതാൻ പറ്റും. അത് കണക്ക് താഴോട്ടുള്ളൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതാ ഈ ഒരു ട്രയാങ്കിളിനകത്ത് നമുക്ക് എന്തെഴുതാം, PQ പാരലൽ ടു BC എന്ന് എഴുതാം. PQവിൻ്റെ പകുതിയാണ്, അല്ല BCയുടെ പകുതിയാണ് PQ എന്ന് എഴുതാം. അവിടെ നിന്ന് SR PQ എന്ന് എഴുതാം, SR പാരലൽ ടു PQ എന്നും എഴുതാം. അങ്ങനെ SR എന്ന് പറയുന്നത് പാരലൽ ടു PQ ആണെങ്കിൽ ഈ പറയുന്ന ചിത്രം ഏതാണ് PQRS എന്ന് പറയുന്നത് എന്തെന്ന് എഴുതി വയ്ക്കാം, പാരലലോഗ്രാം എന്ന് പറയാനായിട്ട് സാധിക്കും. പാരലോഗ്രാം എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്, SRഉം PQയും എന്താണ്, ഈക്വൽ ആയതുകൊണ്ട്. ഓക്കെയാണ്, പാരലോഗ്രത്തിൻ്റെ കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതോടൊപ്പം SRഉം PQ എന്തും കൂടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പാരലുമാണ്. ഈക്വലുമാണ്, പാരലുമാണ് ആണെങ്കിൽ അതെന്തായിരിക്കും, പാരലോഗ്രാമാണ്. അപ്പോൾ ഈ അകത്ത് വന്ന ചിത്രം എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി, പാരലലോഗ്രാം. ഇത് കണക്ക് ആര് തെളിയിക്കണം, ഇനി റോംബസ് എന്ന് തെളിയിക്കണം. ഇനി ഇത് സമഭുജ സാമാന്തരികമാണ് അല്ലെങ്കിൽ റോംബസ് ആണ് ഈ ചിത്രം എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കുക. നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ. ട്രയാങ്കിൾ ABD ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ലൈൻ എന്ന് പറയുന്നത് പാരലാവും. അപ്പോൾ PS എന്ന് പറയുന്നത് പാരലൽ ടു AD ആണ്. PS അല്ലെങ്കിൽ SP പാരലൽ ടു AD. അതോടൊപ്പം ഈ ലൈൻ എന്ന് പറയുന്നത് ADയുടെ പകുതിയായിരിക്കും. അതും നമുക്ക് എഴുതാം. ഇനി രണ്ടാമതൊരു ട്രയാങ്കിൾ എടുക്കുന്നു, ACD എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ എടുത്താൽ നമുക്ക് എഴുതാം QR പെർപെൻഡിക്കുലർ അല്ല പാരലൽ ടു AD എന്ന് എഴുതാം. അതോടൊപ്പം QRന്റെ പകുതി, ADയുടെ പകുതിയാണ് QR എന്നും
എടുക്കാം. ഇനി വലിയൊരു കണ്ടീഷൻ നമ്മൾ കൊണ്ടുവരുന്നു, എ ഡിയുടെ നീളവും ദാണ്ട് ഈ എ ഡിയുടെ നീളവും ബി സിയുടെ നീളം തുല്യമാണെന്ന് വിചാരിക്കേണ്ട. എ ഡി ഈക്വൽ ടു ബി സി ആകുമ്പോൾ ഈ എ ഡിക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ബി സി എന്ന് കൊടുത്തൂടെ. ഇവിടെ ബി സി എന്ന് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ വരുമ്പോൾ ആര് ഈക്വലായിട്ട് മാറും, എസ് പി ഇസ് ഈക്വൽ ടു എസ് ആർ എന്ന് ആയി മാറും. ഏതാ എസ് പി, ദാണ്ട് എസ് പിയുടെ നീളവും എസ് ആറിൻ്റെ നീളവും എന്തായിട്ട് മാറും, ഈക്വലായിട്ട് മാറും. എസ് പിയും എസ് ആറും ഈക്വൽ ആണെങ്കിൽ അതെന്തായി മാറുന്നു, റോംബസ് ആയിട്ട് മാറും. ഇനി അടുത്ത കണ്ടീഷൻ എന്തുവാ, റെക്റ്റാങ്കിൾ എപ്പോൾ ആകുന്നെന്ന് തെളിയിക്കണം. റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ എന്തുവായിരുന്നു പ്രത്യേകത, 90 ഡിഗ്രിയും വരണം, ഓപ്പോസിറ്റ് സൈഡ്സ് എതിർവശങ്ങൾ തുല്യമാവുകയും വേണം. അത് മാത്രം നോക്കി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ പാരലോഗ്രാം ആണെന്ന് പറഞ്ഞു, സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് ആണെന്ന് പറഞ്ഞു. ഇനി തെളിയിക്കാൻ പോകുന്നത് എപ്പോഴാണത് റെക്റ്റാങ്കിൾ ആവുന്നത്. റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ നോക്കടാ, എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആകണം. എ ഡി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതാണ് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കുകയാണെങ്കിൽ ആരാർക്ക് ഇതാവും, എസ് പി എന്ന് പറയുന്നത് എസ് ആറിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാറും. എന്തുകൊണ്ടാണ്, എ ഡിയും എസ് പിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതാണെങ്കിൽ ബി എസും പി ക്യൂം തമ്മിൽ അല്ലെങ്കിൽ എസ് ആറും തമ്മിലും റിലേഷൻ ഉണ്ട്. ബി സി എസ് ആറും തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആയാൽ ഈ നീളം കൂടിയ ഈ രണ്ട് സൈഡ് പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ എസ് പി പെർപെൻഡിക്കുലർ ടു എസ് ആർ ആയിട്ട് മാറും. എസ് പി പെർപെൻഡിക്കുലർ ടു എസ് ആർ ആവും, അല്ലെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാകും. അങ്ങനെ 90 ഡിഗ്രി ഉണ്ടായാൽ അത് എന്തായി മാറുന്നു, റെക്റ്റാങ്കിൾ ആയിട്ട് മാറുന്നു. ഇനി സ്ക്വയർ ആവണമെങ്കിൽ സൈഡ് ഈക്വൽ ആവണം. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്താണ്, സ്ക്വയർ എങ്ങനെ ആകുന്നു എന്ന് തെളിയിക്കണം. ചതുരം, സമചതുരം എങ്ങനെ, ഈ ചിത്രം സമചതുരമാകുന്നത് എപ്പോഴെന്ന് തെളിയിക്കണം. അപ്പോൾ ഈ ചിത്രം സ്ക്വയർ ആകണമെങ്കിൽ, ഇത് സ്ക്വയർ ആകണമെങ്കിൽ എന്തോ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇവിടെ 90 ഡിഗ്രിയും വരണം, ഈ അടുത്തടുത്ത് വരുന്ന സൈഡുകൾ ഈക്വൽ ആവുകയും വേണം. എന്ന് പറയുമ്പോൾ ഇതിന്റെ കണ്ടീഷൻ താണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ആ എഴുതിയേക്കുന്ന ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. എ ഡി ഈസ് ഈക്വൽ ടു ബി സി ആവണം. എ ഡിയുടെ നീളവും ബി സിയുടെ നീളം ഈക്വലായി നിങ്ങൾക്കറിയാം. നോക്ക്, എസ് പിയുടെ നീളവും എസ് ആറിന്റെ നീളവും അങ്ങ് ഈക്വലായിട്ട് മാറും. അതോടൊപ്പം എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി, ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, എ ഡി ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വന്നാൽ ഈ എസ് പി എസ് ആറിന് എന്തായി മാറും, പെർപെൻഡിക്കുലർ ആവും. ഇപ്പോൾ ഈ കണ്ടീഷൻസ് വരുമ്പോൾ ഈ ചിത്രം എന്തായിട്ട് മാറും, ഒരു സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ സ്ക്വയർ ആകുന്നത് എപ്പോൾ, 90 ഡിഗ്രിയും വേണം, എല്ലാ സൈഡും ഈക്വൽ ആവണം. റെക്റ്റാങ്കിൾ ആവുന്ന എപ്പോൾ, എതിർവശങ്ങൾ ഈക്വൽ ആവണം, 90 ഡിഗ്രി വേണം. കണ്ടോ, ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതാകുന്നു എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത് വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. എല്ലായ്പ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഐഡിയ എന്തുവാണ്, ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് മിഡ് സെക്ഷൻ കറക്റ്റ് മധ്യബിന്ദു വെച്ചിട്ട് ഇന്ന ലൈനിന്റെ പകുതിയാണ് മറ്റതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉത്തരങ്ങളെല്ലാം ചെയ്യുന്നത്. മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പ്രൂവ് ദാറ്റിന്റെ അടുത്ത ചോദ്യം പഠിക്കാം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യം എന്താണ്, അപ്പൊ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. എന്ത് വരച്ചിട്ടുണ്ട്, ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം. 4 വശം ഉണ്ടെങ്കിൽ എന്തുണ്ട്, ചതുർഭുജമുണ്ട്. ഈ ചതുർഭുജത്തിന്റെ എന്ത് ചെയ്തു, മധ്യബിന്ദുക്കൾ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രം എന്ന് പറയുന്നത് പാരലലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികമാണ് തെളിയിക്കണം. എന്തുവാ സാമാന്തരികത്തിന് പ്രത്യേക, എതിർവശങ്ങൾ തുല്യമായിരിക്കണം, എതിർവശങ്ങൾ പാരലായിരിക്കണം. അത് നമ്മൾ തെളിയിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഈ പടത്തിന്റെ മിഡ് പോയിന്റുകൾ ചേർത്ത് വരച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇവിടെയും ഒരു ചിത്രം കിട്ടി. 4 വശമുള്ളതാണ്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് തെളിയിക്കേണ്ട, ഈ ചിത്രം എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണെന്ന് തെളിയിക്കണം. അങ്ങനെ പാരലോഗ്രാം ആണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവണം, ത്രികോണങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ മൂലയിലെ ലൈൻസ് മറ്റേ മൂലയുമായിട്ട് എന്ത് യോജിപ്പിക്കും. കണ്ട, അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായി. അതാണ് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായി. ഏതാണ്, ACD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടായി, ഇതുവരെ ഇല്ലായിരുന്നു. അതുപോലെ തിരിച്ചും നമ്മൾ എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. അതാണ്ട് ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ട്രയാങ്കിൾസ് കിട്ടും. ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് വരച്ചു ചേർത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിൾ തന്നെയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ACD. നമ്മൾ പറഞ്ഞ കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ACD എന്ന് പറഞ്ഞത് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം AC-യുടെ പകുതിയായിരിക്കും PS, അതാ കിടക്കുന്നു. ഓക്കെയാണ്. അതോടൊപ്പം അത് രണ്ടും എന്തായിരിക്കും, പാരലായിരിക്കും. നമുക്കറിയാവുന്ന കാര്യം തന്നെ. അതോടൊപ്പം അടുത്ത ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ട്രയാങ്കിൾ BAC. നമ്മൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, ട്രയാങ്കിൾ BAC കൺസിഡർ ചെയ്യുമ്പോൾ AC-യുടെ പകുതിയായിരിക്കും QR. ഓക്കെ. അതോടൊപ്പം ഇവർ തമ്മിൽ എന്തായിരിക്കും, പാരലായിരിക്കും. അപ്പോൾ ഈക്വലുമായി പാരലുമായി. അതോടൊപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ സൈഡ് ഹാഫ് AC തന്നെ, ഇതും ഹാഫ്
ഹാഫ് എ സി തന്നെ. അതുകൊണ്ട് നമുക്ക് എഴുതാം പി എസ് ഈസ് ഈക്വൽ ടു ക്യു ആർ. അതോടൊപ്പം ഇവിടെ നിങ്ങൾ കാണുമ്പോൾ അറിയാം, ദാണ്ട് ഇവിടെ എ സി തന്നെ, ഇവിടെ എ സി തന്നെ. അതിൽ നിന്ന് നമുക്ക് എഴുതാം പി എസ് ഈസ് പാരലൽ ടു ക്യു ആർ. കണ്ടോ, പി എസ് ഈസ് ഈക്വൽ ടു ക്യു ആറും പി എസ് ഈസ് ഈക്വൽ ടു പാരലൽ ടു ക്യു ആറും ആയതുകൊണ്ട് ഈ ചിത്രം എന്താണെന്ന് നമുക്ക് പറയാം, പാരലോഗ്രാം ആണെന്ന് തെളിയിക്കാൻ പറ്റി. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ട് സൈഡ് പാരലുമാണെന്ന് പറഞ്ഞാൽ അത് പാരലോഗ്രാമായിട്ട് മാറും. വളരെ സിമ്പിൾ, ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്കറിയാം ബി സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികമാകുന്നത് എപ്പോൾ, അല്ലെങ്കിൽ റോംബസ് ആകുന്ന എപ്പോഴായിരുന്നു റോംബസ് ആകുന്നത്? അഡ്ജസൻറ്റ് സൈഡുകൾ, ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അത് റോംബസ് ആയിട്ട് മാറും. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നൊരു കണ്ടീഷൻ ഉണ്ട്, എ സിയുടെ നീളവും ബി ഡിയുടെ നീളവും ഈക്വൽ. നോക്കുക, എ സി എന്ന് പറഞ്ഞ ഈ ലൈനും ബി ഡി എന്ന് പറഞ്ഞ ഈ ലൈനും ഈക്വൽ ആയാൽ എന്താ പ്രത്യേകത? നിങ്ങൾ ആലോചിച്ചു, എ സി എന്ന് പറഞ്ഞ ഈ ലൈനിൻ്റെ പകുതിയാണ് ക്യു ആർ. അപ്പോൾ എ സിക്ക് പകുതിയാണ് ക്യു ആർ. അപ്പോൾ എ സിയും ക്യു ആറും തമ്മിൽ റിലേറ്റഡാണ്. അത് കണക്ക് ബി ഡി എന്ന് പറയുന്നതിൻ്റെ പകുതിയാണ് പി ക്യു എന്ന് പറയുന്നത്. അപ്പോൾ ബി ഡിയും പി ക്യു തമ്മിൽ റിലേറ്റഡ്. അപ്പോൾ ഇവർ തമ്മിൽ തുല്യമായാൽ ആ പകുതിച്ച് എടുക്കുന്നത് തമ്മിൽ തുല്യമാകും, അല്ലെങ്കിൽ ആരങ്ങ് തുല്യമാവും? പി ക്യു ഈസ് ഈക്വൽ ടു പി എസ് ആവും. പി ക്യു എന്ന് പറഞ്ഞ നീളം പി എസുമായിട്ട് അങ്ങ് റിലേറ്റ് ആവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പി ക്യു പി എസിന് ഈക്വൽ ആയാൽ, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ, അടുത്തടുത്ത് വരുന്ന രണ്ട് സൈഡുകൾ ഈക്വൽ ആയാൽ ആ പാരലോഗ്രാം അല്ലെങ്കിൽ ആ സാമാന്തരികം എന്തായി മാറുന്നു? റോംബസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് ഇതങ്ങ് ഓർത്തു വെച്ചാൽ മതി. അടുത്ത കണ്ടീഷൻ, ഈ ചിത്രം എന്ന് പറയുന്നത് എപ്പോഴാണ് റെക്റ്റാങ്കിൾ ആകുന്നതെന്നാണ് ചോദിച്ചത്. റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതാണ്, എ സി എന്ന് പറയുന്നത് ഈ ഡി ബിക്ക് എന്തായി മാറണം? പെർപെൻഡിക്കുലർ. അതായത് ഇവിടെ 90 ഡിഗ്രീസ് വന്നാൽ സ്വാഭാവികമായിട്ട് പി എസും പി ക്യൂവും തമ്മിൽ, പി എസും അതോടൊപ്പം പി ക്യൂവും തമ്മിൽ ഇവിടെ എന്ത് വരും? 90 ഡിഗ്രി വരും. എന്തുകൊണ്ടാണ്? ഈ ലൈനുമാണ് പാരലൽ. അതോടൊപ്പം ഈ ലൈനും എന്താണ്? പാരലാണ്. അപ്പോൾ അവർ തമ്മിൽ പെർപെൻഡിക്കുലർ വന്നാൽ അതിൻ്റെ അതേ റിലേറ്റഡ് ആയിട്ടുള്ള പി എസും പി ക്യൂവും എന്തായി മാറുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ഈ ചിത്രം എന്തായി മാറുന്നു? റെക്റ്റാങ്കിൾ. മൂന്നാമത്തെ കണ്ടീഷനിൽ എപ്പോഴാണത് സ്ക്വയർ ആകുന്നതെന്നാണ് ചോദ്യം. സ്ക്വയർ ആവണമെങ്കിൽ, ഈ ചിത്രം സ്ക്വയർ ആവണമെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം, അതോടൊപ്പം 90 ഡിഗ്രിയും വേണം. സൈഡ് ഈക്വൽ ആവാൻ വേണ്ടി ഒരു കണ്ടീഷൻ കണ്ടോ, എ സി ബി ഡിക്ക് ഈക്വൽ ആയാൽ മതി. നോക്ക്, എ സിയുടെ നീളവും ബി ഡിയുടെ നീളവും ഈക്വൽ ആയാൽ ആ എ സിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പി എസിൻ്റെ നീളവും അതാണ് ബി ഡിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പി ക്യൂവിൻ്റെ നീളവും എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. അതോടൊപ്പം ഈ ഡി എസ് ഡി ബി എന്ന് പറയുന്ന ഇതിന് പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ ഇതാ ഇവൻ എന്തായിട്ട് മാറും? പെർപെൻഡിക്കുലർ ആയിട്ട് മാറും. 90 ഡിഗ്രി ആവും. അങ്ങനെ 90 ഡിഗ്രിയും സൈഡും ഈക്വൽ ആണെങ്കിൽ അത് എന്താണ്? ചതുരമാണ്, സമചതുരമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രൂവ് ദാറ്റിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. ഒരു നീണ്ട ക്ലാസ് ആയിരുന്നു എന്ന് എനിക്കറിയാം. മാക്സിമം എഫോർട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മെത്തഡ് ഈ ചാനൽ വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ. നമുക്ക് അടിപൊളി വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വന്നൊന്ന് ചാനൽ ചെക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നല്ല വീഡിയോസ് വരും. ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. നല്ല കമൻസും ഇടുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. അപ്പോൾ ശരി, എന്നാൽ ബൈ, താങ്ക് യു.